ഒരിക്കൽ കൂടി ഈ ധ്യാനത്തിന് എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും ഈ എഴുത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ നമ്മുടെ ജീവിത വിഷയങ്ങളിലേക്കും വ്യക്തിപരമായ നമ്മുടെ ആന്തരിക വിശുദ്ധീകരണത്തിലേക്ക് കൃപയായി നിറയണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് ഇരുകരങ്ങളെയും ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ ശക്തിയായി ദിവ്യകാരുണ്യമേ സാന്ത്വനമായി ഞങ്ങളുടെ മധ്യേ കൂടാരമായി വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പുതു സൃഷ്ടികളാക്കി രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏഴുവിളക്കിൻ നടുവിൽ ഭാരത്തു പൊൻ കച്ചയണിഞ്ഞും പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങളടിച്ച് ദൈവസ്നേഹത്തോടെ ഈശോയെ മഹത്വപ്പെടുത്തി നമുക്ക് ഗായക സംഘത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിയിടാം, പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ.
സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. കൈകൾ ഉയർത്തി ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവരെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ഡെക്ഷിന ടെലിവിഷനിലൂടെയും ഷാലോൺ ടെലിവിഷനിലൂടെയും കൃപാസനത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും എല്ലാം നിയോഗങ്ങൾ സമർപ്പിച്ച് ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മുഴുവൻ മക്കളുടെ നിയോഗങ്ങളെ ഒരിക്കൽ കൂടി അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കിയ മക്കളെ ഉയർത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ. കൈകളടിച്ച് വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകരെ, ഏറ്റുപറയാം യേശുവിനെ കർത്താദി കർത്താവിനെ. കൈകൾ ഉയർത്തി ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവരെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട ദൈവജോസഫച്ചനെ ഈ അൾത്താരയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വചനം നൽകണമേ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മാവിൽ വഴി നടത്തണമേ പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കണമേ പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കണമേ പ്രാർത്ഥിക്കുന്നു. സാക്ഷികളാക്കി വരുത്തണമേ പ്രാർത്ഥിക്കുന്നു. വലിയ സാക്ഷികളാക്കി വരുത്തണമേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ശിവലോകത്തിന് കൊടുക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്ത ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം. സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായോരേ, സേവിച്ചിടാം യേശുവിനെ എന്നുമെന്നും അനന്യനെ. കൈകൾ ഉയർത്തി ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവരെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കൃപാസനത്തിന്റെ വിവിധ ശുശ്രൂഷ മേഖലകളെ ഈ അൾത്താരയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയെ ലോകത്തിന് കൊടുക്കുവാനുള്ള ഞങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളിലും ഈ മാതാവിന്റെ പ്രത്യേക മധ്യസ്ഥനായി ഞങ്ങളെ യാചിക്കുന്നു. ഈശോയെ ഞങ്ങൾ ഓരോരുത്തരെയും ശുശ്രൂഷ ചെയ്യുവാൻ തിരഞ്ഞെടുത്ത അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഘോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ, നോക്കി പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവനെ. ഘോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ,
നോക്കി പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവനെ. കരങ്ങൾ ഉയർത്തി ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. പുകഴ്ത്തിടാം യേശുവിനെ ഏകരക്ഷകനെ. സ്തുതിച്ചിടാം യേശുവിനെ എന്നുമെന്നും മലർന്നിനെ. പുകഴ്ത്തിടാം യേശുവിനെ ക്രൂശിലെ ജയാളി. സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കവയോഗ്യനല്ലോ. യേശുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുടെ മുഴുവൻ നൊമ്പരങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് രോഗികളായിട്ടുള്ള മക്കളെ സമർപ്പിച്ച് ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത ദുരിതങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷികളാക്കി വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ. ഏറ്റുപറയാം യേശുവിനെ ഏറ്റവും പ്രിയനായോനെ. യേശുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. വാസനത്തിൽ വന്ന് ഹരിയുടെ ഉടമ്പടിയിൽ സ്പർശിച്ചു പോയിട്ടുള്ള മക്കളുടെ ഓരോരുത്തരെയും ദൈവസ്നേഹത്താൽ നിറച്ച് വലിയ പ്രേക്ഷകരാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. ശ്രീ നന്ദി. ശ്രീ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ദൈവമായ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നിൽ നിറയണമേ. നാഥാ വരേണമേ. എന്നിൽ നിറയണമേ. നാഥാ
സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ തിരുവത്താഴ മേശയിലെ സമ്മാനമേ ഓ ദിവ്യമാം സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ ഓ ദിവ്യമാം സ്നേഹമേ ഓ ദിവ്യമാം സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ തിരുവത്താഴ ഓ ദിവ്യമാം സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ ആരാധന പാടാം ആരാധന ആരാധന പാടാം ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ എന്നുമെന്നും കൂടെയിരിപ്പാൻ അപ്പമായി തീർന്നവനേ ഉച്ചത്തിൽ പാടാം എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ ആരാധന നിനക്കാരാധന ഓ ദിവ്യമാം സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ ഓ ദിവ്യമാം സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ തിരുവത്താഴ മേശയിലെ സമ്മാനമേ തിരുവത്താഴ മേശയിലെ സമ്മാനമേ ഓ ദിവ്യമാം സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ കൈകൾ വീശി ചേർന്ന് മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക. പ്രിയപ്പെട്ടവരെ, ഓരോ മനുഷ്യരുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ പാദനിസ്വനങ്ങൾ
നിശബ്ദതയുടെ ഒരു സ്വരമായിട്ട് നമുക്ക് വിവേചിക്കാൻ കഴിയുന്നിടത്ത് വെച്ച് നമ്മുടെ ആധ്യാത്മിക മനുഷ്യൻ ഉണർച്ച പ്രാപിച്ചു വരുന്നുവെന്ന് നമ്മൾക്ക് കരുതാൻ പറ്റും. പക്ഷെ എന്താണ് ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു സാക്ഷ്യം ഉണ്ടായി. ബഹുമാനപ്പെട്ട കൊച്ചച്ഛൻ ആ വിഷയത്തെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചായിരുന്നു. ആ സാക്ഷ്യം ആൽബിൻ കൂനമ്പാവ്, നമ്മുടെ ചാവറയച്ചൻ്റെ ശുശ്രൂഷ കേന്ദ്രത്തിലെ കൂനമ്പാവയുടെ വക ഇവിടെ നിന്നുള്ള കുറേ സാക്ഷ്യങ്ങൾ വന്നിട്ടുണ്ട്. ഉടമ്പടി സാക്ഷ്യങ്ങളിൽ കുറേ സാക്ഷ്യങ്ങൾ, നല്ല കരുത്തിട്ട സാക്ഷ്യങ്ങൾ കൂനമ്പാവിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിക്കാറുണ്ട്. അപ്പം അതിലൊരു സാക്ഷ്യം ആൽബിൻ പറഞ്ഞതാണ്. ആൽബിൻ്റെ സാക്ഷ്യത്തിൻ്റെ ഘട്ടങ്ങളെ ഇങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ പരിശോധിക്കുകയാണെങ്കിൽ അത് ഇന്നലെ ഡെലിവർ ചെയ്ത സാക്ഷ്യമാണ്. ഇപ്പം ഞാനിവിടെ നിൽപ്പുണ്ടായിരുന്നു. സാക്ഷ്യത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ, അദ്ദേഹത്തിൻ്റെ വിഷയം, അദ്ദേഹം ടോട്ടലായിട്ട് അത് മനുഷ്യൻ്റെ ജഡിക മനുഷ്യനാണ്. ജഡിക മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ എന്നൊക്കെ പറയത്തില്ലേ. അപ്പം ജഡിക മനുഷ്യൻ്റെ ലോകത്താനല്ല, ദൈവത്തിന് ഒരു നമ്മുടെ ജീവിതത്തിൽ ഒരു 30% സ്പേസ് മാത്രം ദൈവത്തിന് കൊടുക്കുകയും ബാക്കി 70% നമ്മളുടെ ബുദ്ധി കൊണ്ട്, കഴിവ് കൊണ്ട് കൈകാര്യം ചെയ്യേണ്ടതാണെന്ന് ധരിച്ചിട്ട് മൊത്തം മസിൽ പവർ, മണി പവർ എല്ലാം ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് സ്വന്തം ജീവിത വിജയത്തിന് വേണ്ടി തൻ്റെ കഴിവിൽ മാത്രം ആശ്രയിച്ച് മുന്നേറുന്ന മനുഷ്യരാണ് ജഡിക മനുഷ്യർ. അവർ ചെയ്യണ തെറ്റാണെന്നല്ല, മാനുഷ്യമായിട്ടൊക്കെ ശരിയാണ്, ദൈവികമായിട്ടത് തെറ്റായിട്ട് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിവിൽ നമ്മുടെ ബുദ്ധി, നമ്മുടെ കഴിവ്, നമ്മുടെ ശക്തി. ഇപ്പോൾ ചില പൊട്ടന്മാർ പറഞ്ഞു അത് ദൈവം തന്നതല്ലേ, പിന്നെ എന്താ കുഴപ്പം, അതിലെല്ലാം ആശ്രയിക്കുമ്പോൾ ദൈവത്തെ തന്നെയല്ലേ നമ്മൾ ബഹുത്വപ്പെടുത്തുന്നത്. നോ. അവിടുത്തെ വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം നിങ്ങൾ തന്നെ ചിലർ അപ്പന്മാരോട് കാർക്കശ്യമായിട്ട് പറയും, എന്താ, ഞാൻ പഠിച്ചു അതുകൊണ്ട് ഞാൻ ജയിച്ചു, കുടുംബം എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ പറയും. അങ്ങനെ പറയുന്ന കുറേ വിഡ്ഢിയാന്മാരുണ്ട്. ഞാൻ പഠിച്ചു, എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ പഠിച്ചു, ഞാൻ കഷ്ടപ്പെട്ടു, ഞാൻ പഠിച്ചു, ഞാൻ ജയിച്ചു, കുടുംബം എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ചില വിഡ്ഢിയാന്മാരുടെ പ്രശ്നം, അവർ നാക്ക് കൊണ്ട് എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കും, ജീവിതം കൊണ്ട് തോറ്റുകൊണ്ടിരിക്കും. കാര്യം ഇതെല്ലാം കേൾക്കുന്ന ഒരാളുണ്ടല്ലോ. നീ വന്ന വഴികളിലൂടെ എല്ലാം നിനക്ക് കാവൽ നിന്നുകൊണ്ട് നിൻ്റെ പഠനങ്ങൾക്കും ഭക്ഷണത്തിനും വിശ്രമത്തിനും എല്ലാം കാവൽ നിന്ന ആൾക്കാരുണ്ടല്ലോ കുടുംബത്തിൽ. അവരുടെ അധ്വാനത്തെ മറന്നാണ് നിൻ്റെ ഭൗതിക പങ്കത്വം കെട്ടി എഴുന്നള്ളിക്കണത്. അങ്ങനെ നിങ്ങൾ തലമറന്ന് എണ്ണ തേക്കരുത്. അതിന് മത്സരമെന്നാണ് പറയുന്നത് ബൈബിളിൽ. അങ്ങനെയുള്ള മാതാപിതാക്കന്മാരുള്ള മത്സരം, അല്ലെങ്കിൽ അവരെ ഇടിച്ചു താത്തി പറഞ്ഞുകൊണ്ട് തൻ്റെ കേമത്വം കെട്ടി എഴുന്നള്ളിക്കുന്നതിന് ദൈവത്തെ മറന്നുള്ള ഒരു മത്സരമാണ്. ഒരിക്കലെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അനുതാപം തോന്നണം. പക്ഷേ അനുതാപം തോന്നണമെങ്കിലുള്ളൊരു കുഴപ്പം, നമുക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് അനുതാപിക്കാനൊന്നും പറ്റത്തില്ല. അനുതാപത്തിൻ്റെ താക്കോൽ കൂട്ടങ്ങൾ കർത്താവിൻ്റെ കയ്യിലാണ്. ആത്മാവിനെ തുറക്കണത്, ദൈവം പ്രവേശിക്കണതും അനുതാപത്തിന് താക്കോൽ കൊണ്ട് തുറന്നാണ്. നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് അകത്തിട്ട് ലോക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ.
ദൈവത്തോട് മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കലാപരിപാടി എന്ന് പറയണത് അകത്തു നിന്ന് ലോക്ക് ചെയ്തിട്ട് ദൈവത്തിനെ പുറത്ത് നിർത്താനേ പറ്റത്തുള്ളൂ. പക്ഷെ തുറന്ന് കയറുക എന്നുള്ളത് നമ്മുടെ കയ്യിലില്ല സാധനം. അതുകൊണ്ടാണ് വെളിപാട് പറയണത്, വാതിൽക്കൽ നിന്നുകൊണ്ട് ഞാൻ മുട്ടുന്നു. ആരെങ്കിലും വാതിൽ തുറന്ന് തന്നാൽ 2 സെക്ഷനാണ് ഉള്ളത് അനുതാപത്തിന്. ഒന്ന് നമ്മളുടെ ഒരു തുറവിയും പിന്നെ ദൈവത്തിൻ്റെ ഒരു തുറവിയും. 2 തുറവികളുണ്ട്. ഒന്ന് നമ്മൾ അനുവദിക്കണം. ദൈവം ഇങ്ങനെ ഇടിച്ച് പൊളിച്ച് ഒന്നും അകത്ത് കയറത്തി അനുതാപമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതിന് വേറെ ആളെ നോക്കേണ്ടി വരും. അതുകൊണ്ട് 3:20 ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. വെളിപാട് 3:19. ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ഒന്ന് പറഞ്ഞേ, ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവനാകുക, അനുതപിക്കുക. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഇതിന് വരുന്ന വിഷയം ഒന്നുകൂടി ആ വചനം ഒന്നിട്ട് വായിച്ച 19. ഞാൻ സ്നേഹിക്കുന്നവരെ ഒന്ന് പറഞ്ഞേ, ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് ചില 2 കാര്യങ്ങൾ വരാം. എന്താണ്? ശാസന വരാം, വഴക്ക് വരാം, പിന്നെന്താണ്? ശിക്ഷ വരാം. എന്ന് വെച്ചാൽ ഇങ്ങനെ ശാസനയും ശിക്ഷയും ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ചില ആൾക്കാർ അതിനോട് പിന്നെ പതുക്കെ ശാസനയും ശിക്ഷയുമുള്ള ന്യായത്തിനാ പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കണത്. പ്രാർത്ഥിച്ചിട്ട് പിന്നെയും ദുഃഖവും കഷ്ടപ്പാടും തന്നെയാണല്ലോ വരണത്. നമ്മുടെ വഴിയിൽ പിന്നെയും ക്ലേശമാണല്ലോ. അപ്പോൾ പ്രാർത്ഥന കൂടുമ്പോഴാണ് ക്ലേശങ്ങൾ വരണമെന്ന് ചില വിഡ്ഢിയാന്മാരായ ബ്രദേഴ്സ് വീടുകളിൽ കയറി ഇറങ്ങി അബലകളായ സ്ത്രീകളെ ഉപദേശിക്കുകയും വഴിതെറ്റിക്കുകയും ചെയ്യും. ഇതൊക്കെ അന്നും ആദിമസഭയിലുണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ ശാസനകളെ ഈ ദൈവസ്നേഹമുള്ളവരെ ഇപ്പം എന്താ പറയണത്, ഇപ്പം നിനക്ക് അങ്ങനെ ഒരു സംഭവമുണ്ട്, ശാസന കിട്ടിയ ആളാണ്, നീ പഠിച്ചിട്ടും തോറ്റുപോയി, 1 മാർക്കിന് നീ വീണുപോയി, 1 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടിയേനോ. അപ്പോൾ ഇനി ഞാനെന്തിനാ പഠിക്കണത്, ഞാനെന്തിനാ പ്രാർത്ഥിക്കണത്, എനിക്ക് അത്തരം ദൈവത്തെ എന്തിനാ? നമ്മളിങ്ങനെ ചുരുണ്ടുകൂടി ഇനാം പെച്ചിയ പോലെ തലകുമ്പിട്ട് അങ്ങനെ ഇരിക്കും. അത് ശാസനയുടെ കാലങ്ങളിൽ ചില ആൾക്കാർ കാണിക്കുന്ന ബോഡി ലാംഗ്വേജാണ്. പള്ളിയില്ല, പട്ടക്കാരനില്ല, എവിടെയെങ്കിലും ഒരു തട്ട് കിട്ടിയാൽ മതി. ഒന്നെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ ബ്രദർ മരിച്ചു കാണും, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ചിലപ്പോൾ ലോകത്തിൽ മരിച്ചു പോയി കാണും. അപ്പം നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ അന്ന് പോലും ധാർമ്മിക രോഷം കൊണ്ട് നടക്കുകയാണ്. എന്ത് സ്നേഹമുള്ള മനുഷ്യനായിരുന്നു, എന്തൊരു വൃത്തിയുള്ള മനുഷ്യൻ, ഇവനേക്കാൾ എത്രയോ ദുഷ്ടന്മാർ ഇപ്പോഴും ഞങ്ങളുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്, അവന്മാർക്കൊരു കുഴപ്പമില്ല, നല്ലവരെയും കൊണ്ട് ദൈവം പോയി, ഇതെന്തൊരു ദൈവമാണ്. ഇങ്ങനെയൊക്കെ കുറേ ഡയലോഗൊക്കെ ഫിറ്റ് ചെയ്ത് ആ ഒരു കാര്യവും പറഞ്ഞ് ദൈവത്തിൽ നിന്ന് പതുക്കെ മാറുന്ന ആൾക്കാരുണ്ട്. എപ്പോഴും വരണ ഒരു വിഷയം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് മാറാൻ നമുക്ക് ഒരു 10,000 കാര്യങ്ങൾ വേണേൽ പറയാൻ പറ്റും. ദൈവത്തോട് അടുക്കാൻ ഒറ്റ കാര്യമേ പറയാൻ പറ്റത്തുള്ളൂ. എന്താ കാര്യം? ദൈവത്തോട് അടുക്കാൻ ഒരു കാര്യമേ പറയാൻ പറ്റത്തുള്ളൂ. അതായത് എൻ്റെ വിശ്വാസമുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഈ വിശ്വാസത്തിന് ഉള്ളൊരു പ്രത്യേകത, വിശ്വാസം എന്ന് പറഞ്ഞിട്ട് കാറ്റഗറ്റിക്കൽ ഫെയ്ത്ത് അല്ല. ഒരു ഇഷ്യൂ അതിനെ എങ്ങനെയാണ്, ഒരു ഇഷ്യൂ കഴിഞ്ഞു എന്നിട്ട് പിന്നെ എന്താണ് അവശേഷിക്കണത്. പണ്ട് ഈ കമ്പിത്തിരി എന്ന് പറഞ്ഞ സംഭവമാണ്, ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയത്തില്ല. ഉണ്ടോ കമ്പിത്തിരി? ഉണ്ടോ ഇപ്പോൾ? ഉണ്ടോ? കമ്പിത്തിരിക്കുള്ള കുഴപ്പമെന്ന് വെച്ചാൽ കത്തി ഭയങ്കരമായിട്ട് നക്ഷത്രങ്ങളൊക്കെ ചീറ്റി ഭംഗിയായിട്ട് പോയാലും ആ കമ്പി അവശേഷിക്കും, ഇല്ലേ? ഇപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുനാളിലൊക്കെ കമ്പി പെറുക്കി കൊണ്ടുപോയി പാലുമിഠായി മേടിക്കുമായിരുന്നു.
അന്നത്തെ ഒരു കുഞ്ഞുങ്ങളുടെ പരിപാടിയായിരുന്നു. ഈ പെരുന്നാൾ കഴിയുമ്പോൾ പള്ളിമുറ്റത്ത് പോയി കമ്പിത്തിരി പെറുക്കിയെടുക്കുക, എന്നിട്ട് അതുകൊണ്ട് ഈ പാലുമിഠായിക്കാരൻ ഇങ്ങനെ വലിച്ചാൽ നീള മിഠായിക്ക് വരുമല്ല ചുറ്റിയിൽ ഒരു ക്ലാറിനറ്റൊക്കെ വായിച്ചുകൊണ്ട് ആൾ വരും. ഇപ്പോഴൊന്നും ഇല്ല. അപ്പോഴേ കത്തിയാലും കമ്പി അവശേഷിക്കും. അതിന് വേണമെങ്കിൽ പിന്നെ നമുക്ക് മരുന്ന് ചുറ്റി കമ്പിത്തിരി ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ കത്തൽ വന്നാലും കമ്പി അവശേഷിക്കും. അതാണ് വിശ്വാസം എന്ന് പറയണത്. ഒരു മരണം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു അടുപ്പമുള്ള ആൾക്കാർ പോയി, നമ്മൾ കുറച്ച് ദിവസം നിലവിളിച്ചൊക്കെ നടന്ന്, പിന്നെ പള്ളിയും വേണ്ട, പ്രാർത്ഥന ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഞാൻ കരഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ചിട്ടും ചേട്ടന് തന്നില്ലല്ല, ആ കുഞ്ഞ് മരിച്ചു പോയല്ല എന്നൊക്കെ പോയി നിലയെ വിളിച്ചുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ട മരണങ്ങളിൽ പിന്നീട് വിശ്വാസം കുറഞ്ഞു പോയ ആ മരണത്തിന് ശേഷം, അല്ലെങ്കിൽ ആ ജപ്തി നടപടിക്ക് ശേഷം, അല്ലെങ്കിൽ ആ പരീക്ഷ തോൽവിക്ക് ശേഷം, അല്ലെങ്കിൽ ആ ജോലി നഷ്ടത്തിന് ശേഷം വിശ്വാസം കൂടിയാന്ന് നീ ആത്മശോധന ചെയ്യണം. കുറഞ്ഞെങ്കിൽ ഇനി കാര്യം വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിൻ്റെ വിശ്വാസത്തിൻ്റെ തോതനുസരിച്ചിട്ട് ദൈവം ഇനിഷ്യേറ്റീവ് എടുത്താൽ മാത്രമേ ഇത് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. ദൈവം ഇനിഷ്യേറ്റീവ് ഇപ്പോൾ ഒരിക്കൽ വിശ്വാസം ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ കാര്യത്തിൽ ദൈവം ഇനിഷ്യേറ്റീവ് എടുക്കണം. ദൈവം ഇനിഷ്യേറ്റീവ് എടുക്കണമെങ്കിൽ ദൈവം പഴയ ഫയൽ എങ്ങനെയുണ്ടെന്ന് നോക്കും, വെറുതെ ഇനിഷ്യേറ്റീവ് എടുക്കത്തില്ല. ഇപ്പോൾ ഒരാൾ പരീക്ഷയ്ക്ക് തോറ്റു 10ാം ക്ലാസ്സിൽ മാർക്ക് കുറവാണെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ +1 ചേരാൻ ചെന്നപ്പോൾ മാർക്ക് കുറവാണ്, ഇവന് ഇവിടെ അഡ്മിഷൻ കൊടുക്കാൻ പറ്റത്തില്ലെന്ന് മാനേജറും പ്രിൻസിപ്പളും ഒറ്റയടിക്ക് പറഞ്ഞു. അപ്പോഴാരെങ്കിലും അധ്യാപകർ നമ്മളോട് അല്പം താപമുള്ളവർ നമ്മളറിയാവുന്ന പറഞ്ഞു, സാറേ അവൻ്റെ സർട്ടിഫിക്കറ്റ് അല്ല, അവൻ്റെ മറ്റ് സർട്ടിഫിക്കറ്റൊക്കെ ഒന്ന് നോക്കിയേ, അവൻ്റെ എക്സ്ട്രാ കരിക്കുലറായിട്ടുള്ള അവൻ ജില്ലയിലൊക്കെ കളിക്കാൻ പോയിട്ടുള്ളതാണെന്ന് കേട്ടിട്ടുണ്ട്, സ്പോർട്സിന് പോയിട്ടുള്ളതാണെന്ന് കേട്ടിട്ടുണ്ടത്. അപ്പം ഗ്രേസ് മാർക്കാണ് നോക്കണത്. നമ്മൾ പരീക്ഷയ്ക്ക് തോറ്റിരിക്കുകയാണ്, പക്ഷെ അവൻ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി വേറെ ഓപ്ഷൻസ് നോക്കും ദൈവം. അത് ദൈവത്തിൽ നോക്കണ പരിപാടിയാണ്, മനുഷ്യന് മാത്രമല്ല. ഗ്രേസ് മാർക്ക് ഉണ്ടോ എന്ന് നോക്കും. നമ്മൾ പരീക്ഷയ്ക്ക് തോറ്റ്, നമുക്ക് പഠിക്കാതെ തോറ്റതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അഭ്യാസത്തിൽ തോറ്റതായിരിക്കും. പക്ഷേ നമുക്കൊരു മേൽക്കൈ വേണമെന്നുണ്ടെങ്കിൽ, നമുക്ക് നിയമപരമായിട്ട് കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ നമ്മുടെ എക്സ്ട്രാ കരിക്കുലം ഫിഗേഴ്സ് നോക്കും. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ വിഷയത്തിൽ അല്ലാതെ മറ്റ് ഗുണങ്ങൾ എന്തെങ്കിലും നിനക്കുണ്ടോ? എന്താ പറയണം കാര്യത്തിൽ ഈ ആൽബി എന്ന് പറഞ്ഞ ഒരുത്തൻ എന്നുള്ള സാക്ഷ്യം പറഞ്ഞില്ല, അത് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യമാണ് ഹുസൈൻ പറഞ്ഞത്. ആൽബിയുടെ പ്രശ്നം, ആൽബിക്ക് ഇപ്പോൾ ദൈവമായിട്ട് ഒരു കണക്ഷനും ഇല്ല, ഒറ്റ ജ്വരം മാത്രമേ ഉള്ളൂ. എന്താ ജ്വരം? DRDയിൽ സെൻട്രൽ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ജോലി വേണം, ഒരു ഉദ്യോഗസ്ഥനാകണം. അത് പുള്ളിയുടെ സ്വപ്നമാണ്. അപ്പോൾ വേറെ കുറേ ടെസ്റ്റൊക്കെ പുള്ളി എഴുതുന്നുണ്ട്. പുള്ളിക്ക് ജോലി സെൻട്രൽ ഗവൺമെൻറ് ജോലിക്കൊക്കെ കിട്ടിയതാണ്, പക്ഷേ ആ ജോലിക്ക് ശമ്പളം കുറവാണ്, ആ ജോലിക്ക് പുള്ളിക്ക് ടേസ്റ്റ് ഇല്ല. എങ്കിലും ജോലിക്ക് പോകണമൊക്കെ ഉണ്ട്. അങ്ങനെ പോകുന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കയറാൻ വേണ്ടിയാണ് ഈ പഠിത്തം മുഴുവൻ പഠിച്ചു കൂട്ടണത്. ആദ്യത്തെ പഠിത്തം കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞ് പുള്ളി ഒരു റാങ്കിന് താഴെ പോയി. അവിടെ ഭയങ്കര സ്ക്രീനിങ്ങും അല്ലേ, ഒരു റാങ്കിന് താഴെ പോയി. പുള്ളിക്ക് ഭയങ്കര ഡെസ്പായ ആൾ. പിന്നെ അടുത്ത 3 കൊല്ലത്തിൽ ഒരിക്കലും ടെസ്റ്റുള്ളത്. 2016 പുള്ളിക്ക് ടെസ്റ്റ് തുടങ്ങിയതാണ് പുള്ളിക്കാരൻ. ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറാൻ വേണ്ടി 2016 തുടങ്ങിയതാണ്. 16 കഴിഞ്ഞിട്ട് 19, ആ 16 ടെസ്റ്റ് ഒരു റാങ്കിന് പോയി. പിന്നെ 16 തൊട്ട് 19 വരെ അടുത്ത കോൾ ഫോർ എക്സാം കാത്തിരുന്നുകൊണ്ട് പുള്ളി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. 3 കൊല്ലം പള്ളി പോക്കില്ല, കുടുംബ പ്രാർത്ഥനയില്ല, പഠിത്തത്തോട് പഠിത്തം. അതെല്ലാം പുള്ളി പറയുന്നുണ്ട്, സുന്ദരമായ സാക്ഷ്യമാണ്. അമ്മ പറയും, എടാ ഇത് ഞായറാഴ്ചയാണ്. അപ്പോൾ പറയും എനിക്ക് പഠിക്കാനുണ്ടെന്ന് പറയും. എടാ ഇന്ന് ഞായറാഴ്ചയാണെന്ന് അമ്മയും 3 കൊല്ലം 2016 തൊട്ട് 19 വരെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അമ്മമാർ പറയുന്നുണ്ടെങ്കിൽ അവർ കേൾക്കുന്നില്ല എന്ന് ചോദിച്ചിട്ട് പറയാണ്ടിരിക്കരുത്.
നിങ്ങളുടെ ജോലി പറയുകയെന്ന് മാത്രമാണ്. മനസ്സിലായില്ലേ? അത് നിങ്ങളുടെ കടമയാണത്. പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവൻ്റെ വിശ്വാസ തകർച്ചയിൽ നിങ്ങൾക്കും വിശ്വാസ തകർച്ച സംഭവിച്ചു എന്നാവും. അപ്പോൾ അമ്മയും മകനെയും വിശ്വാസ തകർച്ചയാവും. പിന്നെ ദൈവത്തിന് ഇനീഷ്യേറ്റീവ് എടുക്കേണ്ട കാര്യമില്ല. തള്ളയും തീരുമാനമായില്ല, തള്ളയുടെ കാര്യത്തിൽ തീരുമാനമായി. അപ്പോൾ തള്ളമാരൊരിക്കലും വീഴരുത്. മക്കൾ വീണാലും അമ്മമാർ വീഴരുത്. മനസ്സിലായ? അമ്മമാർ അല്ലെങ്കിൽ ചേച്ചിമാർ അല്ലെങ്കിൽ അനിയത്തിമാർ പെങ്ങന്മാർ ആരാണ് പ്രാർത്ഥിക്കണത്, ഒരാളെ സപ്പോർട്ട് ചെയ്ത് സ്പോൺസർ ചെയ്ത് കുടുംബത്തെ പ്രാർത്ഥിക്കണത്, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ആളായിട്ട് കുടുംബത്തിൽ നിൽക്കണത്, അവർ വീണരുത്. അതിന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നിൽക്കുന്നു എന്ന് കരുതുന്നു. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചുകൊള്ളട്ടെ. വീണ് കിടക്കുന്നതിനെ കുറിച്ച് ദൈവം അഡ്രസ്സ് ചെയ്യുന്നില്ല. അത് മനസ്സിലാക്കണം. അയാളുടെ കാര്യത്തിൽ തീരുമാനമായി. വീണ് കിടക്കുന്നതിന് അഡ്രസ്സ് ചെയ്യുന്നില്ല. അത് നിസ്സാര കാര്യമല്ല. ദൈവം നിൽക്കുന്ന ആളാണ്. ദൈവത്തിൻ്റെ ക്യാമറ ഈ നിൽക്കുന്ന ആളിലേക്കാൻ തിരിയാണ്. വീണ് കിടപ്പുണ്ട്. അവൻ ശവമായി പോയി. അവിടെ ഒരുത്തൻ നിപ്പുണ്ട്. അവൻ്റെ അമ്മ സ്പോൺസർ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ നിപ്പുണ്ട്. ദൈവത്തിൻ്റെ കണ്ണെപ്പോഴും ഈ നിൽക്കുന്ന അമ്മയിലാക്കാണ്. അതിനെന്താ പറയണത്? നീ നിൽക്കുകയാണിപ്പോൾ, പക്ഷെ നിൽക്കുന്നതെന്ന് കരുതുന്ന നീയും വീഴാതെ നോക്കണം എന്ന് പറയും. പ്രാർത്ഥിക്കുക. കർത്താവേ, വിശ്വാസത്തിലെ, ദൈവസ്നേഹത്തിലെ, പ്രത്യാശയിലെ നിൽക്കുന്നുവെന്ന് കരുതുന്ന ഞാൻ വീഴാതിരിക്കുവാൻ അമ്മേ പരിശുദ്ധമ്മേ, അമ്മയുടെ പൊൻകരങ്ങളിലെ എന്റെ വിശ്വാസത്തെ താങ്ങി നിർത്തണമേ. എന്റെ വിശ്വാസത്തെ താങ്ങി നിർത്തണമേ. എന്റെ വിശ്വാസത്തെ താങ്ങി നിർത്തണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇനി വീണ് പോയി എന്ന് വിചാരിച്ചുകൊണ്ട് ചത്തുപോയെന്ന് കരുതരുത്. വീണ് പോയവന് നീ നിന്റെ പഴയ ഫയലിൽ എക്സ്ട്രാ കരിക്കുലം എല്ലാം ഉണ്ടെങ്കിൽ ദൈവത്തിന് ഒരു കരുണ തോന്നാൻ സാധ്യതയുണ്ട്. വീണ് പോയാൽ അവിടെ കിടന്ന് ചത്തുപോകണമെന്ന് നീ വിചാരിക്കരുത്. വീണ് പോയെങ്കിൽ ഇപ്പം ആൽബിൻ്റെ കാര്യം എന്താ? ആൽബിന് വീണ്ടും അവൻ 2019 പരീക്ഷ എഴുതും. 3 കൊല്ലം പഠിച്ച് ദൈവത്തെ മറന്ന് സ്വന്തം ബുദ്ധിയിൽ സ്വന്തം കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് കുടുംബ പ്രാർത്ഥനയില്ല, കുമ്പസാരമില്ല, കുർബാനയില്ല, ഇതൊന്നുമില്ലാതെ പഠനം തന്നെ എടുത്തിട്ട് 2019 6 കൊല്ലം ദൈവമില്ലാത്തൊരു ജീവിതം ഇല്ലേ? 2019 പോയി പരീക്ഷ എഴുതും. 16 തോറ്റു, 19 ഒരു റാങ്കിന് തോറ്റു. അപ്പോൾ പുള്ളിക്കാരൻ പറയണത് എനിക്ക് ഡെലീരിയമായി പോയെന്നാണ് പറയണത്. പനി ബാധിച്ചിട്ട് ഡിപ്രഷൻ കയറി ബോധം പോയി. ഞാൻ പിന്നെ മുറി അടച്ചിട്ട് ഭ്രാന്തായിട്ട് അകത്തിരിക്കുകയാണെന്ന്. ആ പ്രശ്നത്താ നമ്മൾ ദൈവത്തിൻ്റെ ദൈവിക കൃപ കുറയുന്ന അനുസരിച്ച് കൊണ്ട് മസിൽ പവറിലും മണി പവറിലും സ്വന്തം കഴിവ് ആശ്രയിച്ച് മാത്രം പരാജയം വാങ്ങിക്കുമ്പോൾ നമ്മൾ ഡിപ്രസ്ഡായി പോയി കഴിഞ്ഞാൽ പരാജയ പ്രശ്നം നമ്മളെ താങ്ങാൻ ആരുമില്ല. ഇവന് ഡിപ്രഷനായി. അപ്പോൾ അവൻ പറയും എനിക്കൊരു സൈക്കോളജിസ്റ്റിനെ കാണുന്ന മണ്ണാൻ കെട്ട. അങ്ങനെയാണ് സംഭവം. ഈ നശിച്ചവന് എല്ലാം ഇതുപോലെയുള്ള ചിന്ത വരത്തുള്ളൂ. സൈക്കോളജിസ്റ്റ് മോശമാണെന്ന് പറഞ്ഞില്ല. കാരണം അവൻ്റെ പ്രശ്നം സൈക്കോളജിസ്റ്റിനെ കാണുന്നതല്ല പ്രശ്നം തീരണത്. അതാണ് വിഷയം. സൈക്കോളജിസ്റ്റും കൗൺസിലിംഗ് നല്ലതായിരിക്കും, പക്ഷെ അവൻ്റെ വിഷയത്തിൽ ഹീൽ ചെയ്യാൻ അവനെ തൽക്കാലം ഡിപ്രഷനിൽ നിന്നൊന്ന് ഉയർത്തി നിർത്താം. പക്ഷെ അവൻ്റെ പ്രശ്നം അതല്ലല്ലോ, അവൻ്റെ ജീവിതം വീണ്ടെടുക്കുകയല്ലേ. നമ്മുടെ മാനസിക നില വീണ്ടെടുക്കുന്നത് ഇറ്റ്സ് എ ഗുഡ് തിങ്.
പക്ഷെ അവൻ്റെ പ്രശ്നം അതല്ല, അവൻ്റെ ജീവിതം വീണ്ടെടുക്കണം. ഇപ്പം അവൻ സംസാരിക്കുന്നില്ല ആരോടും, ഡിപ്രസ്ഡ് ആയിട്ട് മുറിയും പൂട്ടി അകത്തിരിക്കുകയാണ്. ആരെന്നെ രക്ഷിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ എല്ലാവരുടെ ജീവിതത്തിലുണ്ടാകും ആര് എന്നെ രക്ഷിക്കുമെന്ന്, ആരെന്നെ രക്ഷിക്കും. ഇപ്പം നമ്മൾ പല കാര്യം പറയും. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പോകാം, അല്ലെങ്കിൽ ജ്യോത്സ്യൻ്റെ അടുത്ത് പോകാം, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യം നമുക്ക് പറയാം. കാര്യം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ അവൻ ചോദിക്കണ ഒരു ചോദ്യമാണ്, ആരെന്നെ രക്ഷിക്കും? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. റോമ 7:24. റോമ 7:24. ഞാൻ ദുർഭകനായ മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ദുർഭകനായ മനുഷ്യൻ. ഇതാണ് ദുർഭകനായ മനുഷ്യൻ. എന്താ കാര്യം? 2016 എഴുതി, തോറ്റു, ഒരു റാങ്കിന് തോറ്റു. വീണ്ടും 3 കൊല്ലം ദൈവത്തെ മറന്നുകൊണ്ട് ജീവിച്ചു, പഠിച്ചു, പരീക്ഷ സ്വന്തം കഴിവിൽ ആശ്രയിച്ചു പരീക്ഷ എഴുതി. വീണ്ടും 2019 തോറ്റു, ഡിപ്രഷനായി, മുറിയടച്ചിട്ടു, മിണ്ടാണ്ട് അവിടെ ഇരിപ്പാണ്. എന്നെ ആര് രക്ഷിക്കും? ഞാൻ ദുർഭകനായ മനുഷ്യ. പറഞ്ഞേ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിലെ മരണത്തിന് അധീനമായ ഈ ഡിപ്രസീവ് സ്റ്റേറ്റിൽ നിന്ന്, ഈ തകർച്ചയിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കും എന്ന് ചോദിക്കാത്തവരാരുമില്ല. ആരെന്നെ മോചിപ്പിക്കുമെന്ന് ചോദിച്ചാൽ ലോകത്തിലെ ഒരു പുസ്തകം മാത്രമേ മറുപടി. അതാണ് ജീവിതത്തിൽ ജപ്തി ആയാലും, ബിസിനസ് തകർച്ചയായാലും, പരീക്ഷ തകർച്ചയായാലും, ആരോഗ്യ തകർച്ചയായാലും ചില സമയത്ത് തകർന്നു പോകാം. അവിടെ കിടന്നുകൊണ്ട് അവൻ ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ്? ആരെന്നെ മോചിപ്പിക്കും? ആരെന്നെ മോചിപ്പിക്കുമെന്ന് മനുഷ്യരാശിയുടെ ഒപ്പം പക്ഷം നിന്നുകൊണ്ട് ചോദിക്കുന്ന പുസ്തകമാണ് ബൈബിൾ. ആരെന്നെ മോചിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് വേണ്ടി ചോദിക്കുകയാണ് ബൈബിൾ. ബൈബിളിനൊരു കയ്യടി കൊടുത്തേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ എല്ലാ ആവലാദികൾക്കും ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഞങ്ങൾക്ക് തരുന്നത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. എൻ ഹൃദയം ആശ്വസിക്കും, കൂരിരുളിൽ താഴ്വരയിൽ ദീപമതാ നിൻമൊഴിയിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ ദുർഭകനായ മനുഷ്യൻ, എന്താണ്? ആരെന്നെ മോചിപ്പിക്കും? അടുത്ത ഒരു വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആരാണ് മോചിപ്പിക്കണത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മോചനത്തിൻ്റെ സ്വർഗീയ പദ്ധതിയായിട്ടാണ് ഈ ഉടമ്പടി വരണത്. ഇവൻ പറയണത് എന്താ? ഞാൻ സൈക്കോളജിസ്റ്റിനെ പോയി കാണണം, എനിക്ക് ഏതാണ് നല്ല സൈക്കോളജിസ്റ്റ് ടൗണിലുള്ളത്, ആരാണ് അദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്തി തരണത് എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഇവൻ്റെ അടുത്ത് ദൈവം വരും. എന്താണ്? മൊബൈലിലൂടെ തന്നെ വരും. ഇതാണ് വഴി, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞു നോക്കുമ്പോൾ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. 30:21. ഐസയ 30:21. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. അപ്പൊ നിന്റെ പിന്നാലെ വരുന്നൊരു ദൈവമുണ്ട്. നീ അനുഗമിക്കണ ദൈവവും നിന്നെ അനുഗമിക്കണ ദൈവവും. സ്പിരിച്വാലിറ്റിയിൽ 2 സെക്ഷനുണ്ട്. ഒന്ന് നിന്നെ അനുഗമിക്കണ ദൈവം, നീ തകർച്ചയിൽ വീണ് പോകുമ്പോൾ കോരിയെടുക്കാൻ വേണ്ടി പിന്നാലെ വരുന്ന നിന്നെ കോരിയെടുക്കണ ദൈവം, നിന്നെ അനുഗമിക്കണ ദൈവം. രണ്ടാമത്തേത് എന്താണ്?
നീ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ നീ അനുഗമിക്കണ ദൈവം. അതാണ്. അപ്പം നമ്മുടെ പിന്നിലാണ് ഇപ്പം സ്വരം കേട്ടത് എന്താണ്? നീ ഇടത്തോട്ടോ ആരെന്നെ രക്ഷിക്കുമെന്ന് പറയുമ്പോൾ നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോഴേ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും. കണ്ടാ, പിന്നിൽ നിന്നുള്ള സ്വരം ദൈവം വരിക. ഈ പിന്നിൽ നിന്നുള്ള സ്വരം ഇവൻ എങ്ങനെയാണ് കേൾക്കണത്? അവനങ്ങനെ മൊബൈൽ മറച്ചു നോക്കുമ്പോൾ ഒരു ഉടമ്പടി സാക്ഷ്യം കേൾക്കും. ആ സാധനം ദൈവത്തിൻ്റെ സ്വരമാണ്. ഒരു ഉടമ്പടി സാക്ഷ്യം കേൾക്കും. അപ്പോൾ അവനവിടെ മുറി തുറന്നിട്ട് അവനത് ക്ലിക്കാവും. ഇവൻ ആരാ തിരക്കിയത്? ആരാ തിരക്കിയത്? ഒരു സൈക്കോളജിസ്റ്റാണ് തിരക്കിയത്. അങ്ങനെ ദൈവം സൈക്കോളജിസ്റ്റല്ല കൊടുക്കുന്നത്, ഒരു ഉടമ്പടി സാക്ഷ്യമാണ് കൊടുക്കുന്നത്. അത്രയുമാണ് മതി. അത് സുവിശേഷമാണ്. ഇന്നത്തെ കേരള ജനതയുടെ മനസ്സിലുള്ള ഒരു ആശയമാണ്. എന്താണ്? കൃപാസനം മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. അത്രയും മാത്രം. ദിസ് ഈസ് ദ പ്രൈമറി ഫസ്റ്റ് ഹാൻഡ് നോളജ്. ഇന്നത്തെ മനുഷ്യരുടെ വീണ്ടെടുപ്പിൻ്റെ ഒരു നോഷൻ ഓഫ് റിഡംഷൻ. കൃപാസനം മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം. ഇത് കേട്ടപ്പോൾ ഇവർ ഭയങ്കര സന്തോഷമായി. അവരെന്താ പറയണത്? എനിക്ക് ഈശോയോട് അധികം ബന്ധമൊന്നുമില്ല, പക്ഷെ എനിക്ക് മാതാവിനോട് ഭയങ്കര ബന്ധമായിരുന്നെന്ന്. ഇപ്പോഴല്ല, പണ്ട്. എനിക്ക് ഈശോയോട് അധികം ബന്ധമൊന്നുമില്ല, പക്ഷേ എനിക്ക് മാതാവിനോട് ഭയങ്കര അടുപ്പമാണ്. എന്താ കാര്യത്തിൽ? ഞാൻ പണ്ട് വല്ലാർപാടം പള്ളിയിൽ എല്ലാ സന്ധ്യയ്ക്കും പോയി മാതാവിനെ കാണുമായിരുന്നെന്ന്. ഇതാണ് എക്സ്ട്രാ കരിക്കുലം എന്ന് ഞാൻ മുമ്പ് പറഞ്ഞത്. കരിക്കുലത്തിലില്ല, ഈശോയിൽ അവന് വിശ്വാസം അടുപ്പമില്ല. പിന്നെ എന്താണ് എക്സ്ട്രാ കരിക്കുലം നമ്മൾ ചെയ്യുന്നത്? അതായത് എന്തുകൊണ്ട് വൈ വി പ്രൊമോട്ട് മേരി? എന്താ കാര്യം? എന്താണ്? സാധാരണ മനുഷ്യന് വീണുപോയവന് താങ്ങാൻ അമ്മയാണ് എപ്പോഴും ഏറ്റവും നല്ലത്. ഇപ്പം അന്ന് അമ്മയുമായിട്ട് ഒരു കാലത്ത് ഇവനൊന്ന് പച്ചപ്പിടിച്ച് വരുന്ന പഠനകാലങ്ങളിൽ അമ്മയുമായിട്ട് ഇത്തിരി അടുപ്പം ഉണ്ടായിരുന്നു. അമ്മ അത് സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇവൻ ചത്തതുപോലെ കിടക്കുകയാണെങ്കിലും ഇവനെ പൊക്കിക്കൊണ്ടുവന്ന് അമ്മ ആ ഉടമ്പടി ധ്യാനം കാണിച്ചു കൊടുത്ത ആദ്യം. അമ്മ വന്നെ വരവ് കണ്ടില്ലേ? ആൾ പതുക്കെ ഈ ആളെ ടേക്കപ്പ് ചെയ്യാൻ പോയി. ഇവൻ 0 ആയിപ്പോയി. സൈക്കോളജിസ്റ്റിനെ കാണുന്നത് മാനസിക വിഭ്രാന്തിയുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക്, ഡിപ്രഷൻ മൂഡിലേക്ക് തൻ്റെ മകൻ പോകണമെന്ന് മനസ്സിലാക്കിയപ്പോൾ അമ്മ അവൻ്റെ ഒരു വഴി കാണിച്ചു കൊടുക്കുകയാണ്, ഉടമ്പടി. അപ്പോൾ അന്ന് പോലെ അവൻ്റെ മനസ്സിൽ തോന്നി മാതാവിൻ്റെ അടുത്ത് വരണം, ഉടമ്പടി എടുക്കണം. പക്ഷേ ഉടമ്പടി എടുക്കാൻ നേരത്ത് പുള്ളിക്കാരൻ്റെ ഉള്ളിൽ തന്നെ പ്രശ്നമുണ്ട്. പറയും, ഉടമ്പടി ഒന്നും എടുത്താൽ എനിക്ക് പറ്റത്തില്ല, കാരണം കേൾക്കുമ്പോൾ ഭയങ്കര പാടാണല്ല. ഉടമ്പടി ജഡിക മനുഷ്യന് ഭയങ്കര പാടാണ്. എനിക്ക് ആദ്യം ദൈവം ഉടമ്പടി തന്നപ്പോഴേ ജഡിക മനുഷ്യനെ ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് ഉടമ്പടി ചെയ്തത്. അല്ല എല്ലാത്തിനും വരച്ചു പോയി ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. ദൈവത്തിൽ നിന്ന് അല്പമെങ്കിലും തീപ്പൊരിയുള്ളവൻ ഊതിക്കത്തിച്ച കത്തണ കക്ഷികൾക്ക് മാത്രമാണ് ഉടമ്പടി അന്നും ഇന്നും സംലഭ്യമായിരിക്കുന്നത്. എന്ന് വെച്ചാൽ കൈനനയാതെ, ദൈവത്തിന് വേണ്ടി ജീവിക്കാതെ, ദൈവത്തിൻ്റെ സാക്ഷിയാകാതെ, സത്യസന്ധമായ ദൈവത്തെ സ്നേഹിക്കാത്ത ഒരു മനുഷ്യനും ഈ സ്വർഗീയ അവകാശത്തെ പങ്കാളികളാകരുത് എന്നുള്ള ബോധമാണ് അമ്മ എനിക്ക് ഉടമ്പടി പുസ്തകം എഴുതുമ്പോൾ തന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഭയങ്കരമായ രീതിയിൽ എക്സ്ട്രാ ആയിട്ടുള്ള ബേഡൻസ് വെച്ചിട്ടുണ്ട്. എന്താണ്? കൃപാസനം പത്രം കൊണ്ട് നടന്ന് കൊടുക്കണം, മഴയത്തും വെയിലത്തും. പോരെ പരിപാടി. നാണം കട ഇതിനേക്കാൾ വലിയ കാര്യം എന്നുണ്ട്. ഒരു മനുഷ്യൻ നാണവും മാനവും ഉള്ളവനാണ്. അവനെക്കുറിച്ച് തന്നെ ആവശ്യമില്ലാത്ത അതിബോധ്യങ്ങളുണ്ടെങ്കിൽ അവന് ഉടമ്പടിയിൽ പങ്ക് ഉണ്ടാകരുതെന്ന രീതിയിൽ തന്നെ ഇത് ചെയ്തിരിക്കണത്. അല്ല വഴിയെ പോയുള്ളവന് കയറി ഇതിൻ്റെ അകത്ത് പണിയാനൊന്നും പറ്റത്തില്ല. അതായത് ദൈവത്തോട് അല്പമെങ്കിലും അടുപ്പമുള്ളവനെ,
ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി മാത്രം ദൈവസ്നേഹം ഇപ്പോഴും അവശേഷിച്ചിരിക്കുന്നവനെ രക്ഷപ്പെടാനുള്ള മാർഗമായിട്ടാണ് ദൈവം ആദ്യം ഉടമ്പടി തന്നത്. അതുകൊണ്ട് തന്നെ രോഗികളെ പോയി കാണണം. അപ്പോൾ അവൻ രോഗികളെയും കാണണം. ഇനി ഏത് രോഗികളെ കാണാനാണ്? രോഗികളെ ഞാനെങ്ങനെ കാണും? വീട്ടിൽ തന്നെ രോഗമുണ്ടെങ്കിൽ അവന് ഭയങ്കര പ്രയാസമാണ് ഈ രോഗികളുടെ അടുക്കണത്. സുഖപ്പെട്ട് വരട്ടെ എന്നുള്ള രീതിയിലല്ലാതെ അവരെ പരിചരിക്കുക, അവരോട് ചോദിക്കുക. നമുക്കറിയാമല്ലോ രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ നമുക്കറിയാമല്ലോ. നല്ല വീട്ടിലെ ക്ഷമ, സഹനം, കരുണ, നന്മയൊക്കെ ഒന്നും ഇല്ലാത്ത വീട്ടിൽ ഒരു രോഗി ഉണ്ടെങ്കിൽ ആ രോഗിയുടെ വിഷമങ്ങൾ ഇരട്ടിക്കുള്ളൂ ശരിക്കും. കാര്യം നമ്മളിങ്ങനെ അവരുടെ പുതപ്പൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചൊക്കെ ഇരിക്കുമ്പോൾ ഇരുന്നേച്ചും പുതപ്പൊക്കെ കറക്റ്റ് ചെയ്ത് മൂത്രമൊക്കെ കഴുകിയൊക്കെ മാറ്റിയിട്ട് വീഴുമ്പോഴാണ് നമ്മൾ പിന്നെ തിരിച്ചു വരുമ്പോൾ പിന്നെ വയറ്റിൽ നിന്ന് പോയി കിടക്കണം കാണാം. അത് പിന്നെ ഒരു കണക്കിന് റബ്ബർ ഷീറ്റ് ഇട്ട് വെച്ചും നമ്മൾ ആ തോർത്ത് കൊണ്ടുപോയി വാഷ്റൂമിൽ ഇട്ട് വെച്ചും ഈ പണ്ടാരത്തിന് ചാകാൻ പാടില്ല എന്ന് ഒരു പ്രാവശ്യമെങ്കിലും മനസ്സിൽ ഓർക്കാതെ ഒരു രോഗി മരിക്കുന്നില്ല എന്നുള്ളതാണ് കുടുംബങ്ങളുടെ അവസ്ഥ. പക്ഷേ ഈ രോഗിയുടെ വിശുദ്ധീകരണമല്ല ഉദ്ദേശിച്ച ദൈവം. ഈ രോഗിയെ നോക്കാൻ വേണ്ടി ഒരാളവിടെ നിർത്തിയിട്ടുണ്ട്. ഈ ക്ലാവ് പിടിച്ച ക്രിസ്ത്യാനിയെ അവൻ എന്ത് ജാതിപ്പെട്ടവനായാലും, ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ആരാ? ക്രിസ്തുവിന് വേണ്ടി. അവൻ ചിലപ്പോൾ മാധവൻ എന്ന കാർത്തികനായിരിക്കും പേര്, പക്ഷെ ദൈവത്തിൻ്റെ ഉള്ളിൽ അവൻ ക്രിസ്ത്യാനിയായിരിക്കും, ദൈവത്തോട് വിശ്വാസമുള്ള ആളായിരിക്കും. അവരുടെ ഉള്ളിൽ വല്ല ക്ലാവ വല്ലതും ആത്മാവിനുണ്ടെങ്കിൽ ദൈവം തേച്ച് മിനുക്കി വെളുപ്പിക്കണ കാലമാണ് ഈ രോഗികളൊക്കെ വീട്ടിൽ കിടക്കണ കാലം എന്ന് പറഞ്ഞാൽ. ഈ ഉടമ്പടി വിളക്കൊക്കെ ഉണ്ട്, ഇങ്ങനെ തിളങ്ങി നിൽക്കണത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ തിളങ്ങി അങ്ങനെ ജീവിതകാലം മുഴുവൻ നിൽക്കുകയല്ലേ. ഇതിനെ കൊണ്ടൊക്കെ കഴുകും കുറച്ച് കഴിയുമ്പോൾ ചേച്ചിമാർ കൊണ്ടുപോയി ബ്രാസോയിട്ടൊക്കെ പിടിപ്പിച്ച് ഉരപ്പിച്ച് ഇതിൻ്റെ കഷ്ണമൊക്കെ ഊരിയെടുത്തിട്ടൊക്കെ കൊണ്ട് മിനുക്കി പണി ചെയ്യണത്, മിനുക്കി കൊണ്ടുവന്ന് വെക്കണത്. പിന്നെ എറണാകുളത്ത് ഒരു ചേട്ടായി ഒരു മരുന്നും കൊണ്ടുവരും. ഒരു ദിവസം മുഴുവനും രാത്രി ഇവിടെ ഇരുന്നുകൊണ്ട് ഇതെല്ലാം തേച്ച് മിനുക്കും, ചേട്ടായിയും ചേട്ടായിയുടെ ഭാര്യയും കൂടി. അവർക്കിതിൻ്റെ പണിയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അവർക്ക് തോന്നി ഇത് മിനുക്കി കൊടുക്കണം, മാതാവിൻ്റെ മുമ്പിൽ നിന്ന് കത്തണ വിളക്കല്ലേ, മിനുങ്ങിയിരിക്കട്ടെ എന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ കത്തണ വിളക്കാണ് നമ്മൾ മിനുങ്ങിയിരിക്കാൻ വേണ്ടി നമ്മളുടെ സ്വാർത്ഥതയുടെ, നമ്മളുടെ വൈരാഗ്യത്തിൻ്റെ, നമ്മളുടെ അങ്ങനെയുള്ള ക്ലാവുകൾ ദൈവം കഴുകിക്കളയണത് കുമ്പസാരത്തിലൂടെ അല്ല, മറിച്ച് ഒരു രോഗിനെ വീട്ടിൽ തന്നുകൊണ്ടാണ്. ഒരു രോഗിനെ വീട്ടിൽ തരുമ്പോൾ നിനക്കറിയാമല്ലോ, ഒന്നാമത്തേൽ നിനക്ക് മര്യാദയ്ക്ക് രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? രോഗിക്കുള്ള ഭക്ഷണങ്ങൾ പല വ്യത്യാസമുള്ള ഭക്ഷണങ്ങളായിരിക്കും. പിന്നെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആ രോഗിയുടെ മരുന്നും മണവും ഒക്കെ ആയത് കാരണം നിനക്ക് ആ രോഗി കിടക്കണ മുറി കയറിക്കഴിഞ്ഞാൽ നിനക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള കുറേ സാഹചര്യങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ ഏറ്റെടുക്കുമ്പോൾ ആണ് നീ പുണ്യപൂർണ്ണമായിട്ട് വരണത്. മനസ്സിലായില്ലേ? പണിയാണേ, നിസ്സാരമല്ല. കൃപയുടെ വഴികൾ അങ്ങനെയാണ് വെച്ചിരിക്കണത്. അല്ലാതെ ആരും ഇങ്ങനെ കൈ നനയാതെ മീൻ പിടിക്കാമെന്ന് വിചാരിക്കരുത്. കാര്യം ദൈവം അങ്ങനെ ചെയ്തിട്ടില്ല. കുരിശുരൂപം കാണുമ്പോൾ അറിയാൻ പറ്റും എന്താണ് ഇതിന്. കഷ്ടപ്പെട്ട് തന്നെയാണ്, പാപത്തിന് പരിഹാരം ചെയ്തിട്ട് തന്നെയാണ് നമ്മളെ വീണ്ടെടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് നമ്മുടെയൊക്കെ ചോദിക്കും. കർത്താവ് എനിക്ക് വേണ്ടി തൂങ്ങി മരിച്ച് കഷ്ടപ്പെട്ട് പങ്കപ്പാട് അനുഭവിച്ചല്ല എന്ന് എൻ്റെ ഓഹരി തരാൻ പറഞ്ഞാൽ പറയും, നീ അത് പേയ്മെൻറ്റ് ചെയ്യാൻ പറയും, നിൻ്റെ പേയ്മെൻറ്റ് വെക്കാൻ പറയും, നിൻ്റെ പേയ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഓരോ ശുശ്രൂഷകളും കർത്താവിൻ്റെ നാമത്തിലായിരിക്കണം. വേറെ ആരുടെ നാമത്തിൽ, എൻ്റെ ഭർത്താവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. എൻ്റെ ചേട്ടായി നിങ്ങളെ ഓർത്താണ് ഞാൻ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് ഇവിടെ നിൽക്കണത്. ഭയങ്കര പാടാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞാൽ അനുഭവിക്കണം ഞാനാണ്. കാര്യം 3 കുഞ്ഞുങ്ങളുണ്ട്, ഒരു തള്ളയും. ഭർത്താവ് വീട്ടിലില്ല. അമ്മായി അമ്മ ഉണ്ടെന്ന് പറയുമ്പോൾ ഈ തക്കത്തിന് അവർ സ്വന്തം മകളുടെ കുഞ്ഞുങ്ങളെ നോക്കാൻ പോയിരിക്കുകയാണ്. മനപ്പുറം പോയതാണെന്ന് നമുക്കറിയാം, അവർക്കും അറിയാം. പക്ഷെ അവർക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. അവർക്കിടെ കുഞ്ഞുങ്ങൾക്ക് പോയി നോക്കേണ്ടത് ഇവർക്കൊരു പണി കൊടുക്കാൻ വേണ്ടി അവരുടെ മനസ്സിലുള്ള ചിന്ത. ഇങ്ങനെ അഴുക്ക് പിടിച്ച ചിന്തകളുമായിട്ട് ജീവിക്കണ അമ്മായിയമ്മമാരും ഉണ്ട്, മരുമക്കളുണ്ട്. അമ്മാമ്മയൊക്കെ ക്ഷീണമായിട്ട് കിടക്കുമ്പോൾ തന്നെ വീട്ടിൽ അതൊക്കെ ഇവിടെ നിന്നാൽ ഇവരെയും കൊണ്ട് ആശുപത്രിയിൽ പോകേണ്ടി വരുമെന്ന് ചോദിച്ചാൽ മരുമക്കൾ കിട്ടിയ വണ്ടിക്ക് ഓട്ടോറിക്ഷയ്ക്ക് വീട്ടിൽ പോകണം മക്കളുണ്ട്. പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞാൽ വരത്ത് വിളിച്ച് ചോദിക്കും, ചത്താ
കവി ചത്ത എന്നൊക്കെ ചോദിക്കും. ഈ ആൾക്കാർ ഉടമ്പടി എടുത്താൽ ചീറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഉടമ്പടി എടുത്ത കാര്യം നമ്മുടെ മനസ്സ്, ഉടമ്പടി എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഉടമ്പടിയാണ്. ആ ഉടമ്പടിയിൽ വ്യക്തികൾ എപ്പോഴും ദൈവ സ്വഭാവം ക്രമേണ പ്രാപിച്ചുകൊണ്ടിരിക്കാൻ ഉള്ള സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്താൻ, അല്ല ഒടിച്ചോടിയിട്ട് കാര്യമൊന്നുമില്ല. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എന്റെ വീട്ടിൽ എന്റെ ആത്മാവ് വെട്ടിത്തിളങ്ങാൻ ദൈവം സ്ഥാപിച്ചിരിക്കണ വിശുദ്ധീകരണ സാഹചര്യങ്ങളോടെ ദൈവ സ്നേഹത്തോടെ സമീപിക്കുവാൻ എന്നെ സഹായിക്കണമേ. ശ്രുതികട എല്ലാ സഹന സാഹചര്യങ്ങളെയും കൃപയാക്കി മാറ്റുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, അച്ഛൻ പറയുന്ന കുഞ്ഞുക്ക് മനസ്സിലാകണില്ലേ? ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മുടെ ഭാഗത്ത് വന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാതെ അനുതാപം ഉണ്ടാകണം. ഞാൻ പറഞ്ഞുകൊണ്ടല്ലേ, ഈ ഉടമ്പടി ധ്യാനം കേൾക്കുമ്പോൾ ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് അനുതാപം ഉണ്ടാകണത്? ദൈവം അവർക്ക് വിശ്വാസം കൊടുക്കുന്നത് കൊണ്ടാണ് അനുതാപം ഉണ്ടാവും. ഈ അനുതാപം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, അനുതാപത്തിന് ദൈവം തന്നെ ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കിത്തരും. ദൈവം നമ്മളെ വെയിറ്റ് ചെയ്യും. നമ്മളെ വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിരിപ്പ് കാരണം നിങ്ങളുടെ വഴിക്ക് വിധിക്ക് വിട്ടേക്കാം. പക്ഷേ ദൈവം അവൻ രക്ഷപ്പെടാനുള്ള സാഹചര്യം കൊടുക്കും. ഇപ്പോൾ ആൽബിൻ അങ്ങനെയാണ്. ആൽബിൻ എന്താണ്? ഇവൻ ദൈവത്തെ മറന്ന് ജീവിച്ച ആളാണല്ലേ. പള്ളിയില്ല, പട്ടക്കാരുമില്ല, കുടുംബപ്രാർത്ഥനയില്ല, കുമ്പസാരമില്ല, കുർബാനയില്ല, ഒന്നുമില്ലാതെ അത് വിളിച്ചിട്ടും പോകാതെ 6 കൊല്ലം അതിനേക്കാൾ വലുതാണ് എൻ്റെ പഠനത്തെ ദൈവമായിട്ട് ആരാധിച്ച ആളാണ്. ഭയങ്കര വിഗ്രഹാരാധകനാണ്. ഇപ്പം നിങ്ങളോർക്കും വിഗ്രഹമാണെന്ന് പറയണം വിശുദ്ധ രൂപങ്ങളെ വണങ്ങണമല്ല. ഇതൊരു സ്മരണയിൽ നമ്മൾ ദൈവത്തിന് മുമ്പിൽ നമ്മുടെ വണക്കങ്ങൾ ആചരിക്കുന്നതാണ്. വിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിൻ്റെ പഠനം വന്നാലും, നിൻ്റെ കാനഡ വന്നാലും, നിൻ്റെ ബിസിനസ് വന്നാലും വിഗ്രഹമായി. അതാണ് വിഗ്രഹാരാധന. ദൈവത്തിൻ്റെ സ്ഥാനത്ത് എന്താണ് വരണത് നീ നോക്കണം. ഇപ്പം ഞായറാഴ്ച കുർബാനക്ക് വിളിച്ചപ്പോൾ പോയില്ല. എന്താ കാര്യം? എനിക്ക് ഉദ്യോഗസ്ഥർ പഠിക്കാനുണ്ട്. അപ്പോൾ ആരാണ് ദൈവം? അവൻ്റെ പഠനമാണ് പലത് ദൈവം എന്ന് പറയണത്. അവൻ്റെ പഠനമാണ് ദൈവം. അപ്പോൾ ഈ പഠനമാണ് ദൈവം, പഠനം വഴി കിട്ടണ ഉദ്യോഗമാണ് ദൈവം, അവൻ്റെ സ്റ്റാറ്റസാണ് ദൈവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആരാണ്? അവനാണ് ദൈവം എന്ന് എൻ്റെ അർത്ഥം. കാര്യം പഠിച്ചാൽ എന്ത് കിട്ടും? ഉദ്യോഗം കിട്ടും. ഉദ്യോഗം കിട്ടിയാൽ എന്ത് പറ്റും? സ്റ്റാറ്റസ് കിട്ടും. ആർക്ക് സ്റ്റാറ്റസ് കിട്ടും? നമുക്ക്. അപ്പോൾ ആരാണ് ദൈവം? നമ്മൾ. അവനവൻ കടമയാണ് ഈ സംഭവം. അവനവനാണ് ദൈവം എന്നാണ് പറയണത്. നമ്മൾ ദൈവത്തെ മറന്നുകൊണ്ട് വേറെ എന്തെല്ലാം വസ്തു, വീട്, ചില ചേട്ടത്തിമാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ കച്ചവടം നടത്താൻ വേണ്ടി ഇവിടെ വരും. അച്ഛാ, ഒരു കച്ചവടം നടത്തണം, ഒരു കാശുരം വെഞ്ചരിച്ച് കാഷ് ബോക്സിൽ ഇടണം. ഞാൻ പറഞ്ഞ കാഷ് ബോക്സിലൊക്കെ വെഞ്ചരിച്ചൊക്കെ തരാം. പക്ഷേ ഈ കച്ചവടം നിങ്ങൾ അവസാനം ദൈവമാക്കരുത്. കാര്യം ഇപ്പം അവർക്ക് മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ പറ്റണുണ്ടേ. അവരുടെ ഒരു ചിന്ത എന്ന് പറയണത് ഒരു റോഡ് കറങ്ങി തിരിഞ്ഞ് വരുന്നുണ്ട് നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ ഭാഗത്തേക്ക്. അപ്പം നമ്മൾ കച്ചവടം ഇട്ടില്ലെങ്കിൽ എലിസിക്കുട്ടി നേരത്തെ പോയി കച്ചവടം ഇച്ച് പാസ്സാക്കി നാട്ടുകാരെല്ലാം ഉള്ളിയും മുളകും പുളിയൊക്കെ മേടിക്കാൻ വേണ്ടി അവിടെ ചെല്ലും. അവിടെ പറ്റുപടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പൂച്ചക്കളി ഇവിടെ വരത്തില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ ഓടുന്ന പട്ടിക്ക് ഒരു നേരം നേരത്തെ എറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവളേക്കാൾ 10 പൈസ കൂടുതൽ നമുക്ക് ഉണ്ടാക്കാം വേണ്ടെന്നും കടമിടണ്ടെന്നും അല്ല അച്ഛൻ പറഞ്ഞത്. അച്ഛൻ പറഞ്ഞതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. നാളെ എൽസിക്കുട്ടിക്ക് വേണ്ടി പണി കൊടുക്കാൻ വേണ്ടി ഞായറാഴ്ച മുടക്കിക്കൊണ്ട് കടയും തുറന്നുകൊണ്ടിരിക്കുന്നതല്ലേ പറയണത്. മനസ്സിലായില്ലേ? ഒത്തിരി കടക്കാർ നശിച്ചു പോയതിൻ്റെ കാരണം, ഒത്തിരി പശുക്കൾക്ക് രോഗം വന്ന് ചത്തുപോയതിൻ്റെ കാരണം ഈ പാല് കറക്കാനും കറവെടുക്കാനും കുഞ്ഞുങ്ങളെ തീറ്റാനും കുഞ്ഞുങ്ങളെ കൊണ്ട് കെട്ടാനും വേണ്ടി കൃപാനെ നിങ്ങൾ ഈട് വെച്ച് കൊടുത്തു എന്നാണ് എൻ്റെ അർത്ഥം. അവർ തിരിച്ചു വരാൻ വേണ്ടി നോൻപ് കാലത്ത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. തിരിച്ചു വരട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാഹചര്യങ്ങളെയും പൂർണ്ണമായി നിർത്തുപേക്ഷിച്ചുകൊണ്ട് ഈ അടുക്കിലേക്ക് നോമ്പ് കാലത്ത് തിരിച്ചു വരുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാഴാം. സ്നേഹത്തിൻ
നിന്നുള്ളിൽ കടപ്പുറത്ത് ഒത്തിരി കത്തോലിക്കർക്ക് പണി കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? ഞാൻ ഈ അടുത്ത ഇടപെടെ പേരൊന്നും പറയത്തില്ല, അവർ വണ്ടി പിടിച്ചോടെ തന്നെ തല്ലിച്ചും പോകും. അതെന്താ പ്രശ്നമെന്ന് വെച്ചാൽ, ഞാൻ രണ്ടാമത്തെ കുർബാനയാണ് ചെല്ലിയത് ആ പള്ളിയിരിക്കുമ്പോൾ. അപ്പോൾ രണ്ടാമത്തെ കുർബാന ചെല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ഒരു 10-11 മണിയാവും പിള്ളേരുടെ കുർബാനയാണ്. അപ്പോൾ ചില ആൾക്കാർ പേരൊക്കെ ഇരിക്കുമ്പോഴും അയാളുടെ മുഖം വരെ ഉണ്ട്, ഇന്നാളെ മരിച്ചു പോയ കക്ഷി. അപ്പം അയാൾ വന്ന് പള്ളിയുടെ വാതിക്കെ എന്ന് വെച്ച് അകത്ത് നിൽക്കുന്നവരെ കാണിച്ച് ഇങ്ങനെ കാണിക്കും, ഇതിങ്ങനെ. എൻ്റെ അർത്ഥം എന്താ അറിയാവാ, ചെമ്മീൻ കടലിൽ വന്നിട്ടുണ്ടെന്നാണ്. അപ്പം തന്നെ ഇവർ മുടും കൊട്ടിക്കൊണ്ട് ഒറ്റ ഓട്ട ഓടും പള്ളിയുടെ അകത്തിരുന്ന പാർട്ടിയെ. ഇപ്പം ആ കാലം മാറി. ഇപ്പം വിശ്വാസത്തിലാണ് ആൾക്കാർ ജീവിക്കണത്. ഞാൻ 10 കൊല്ലം കടലിൽ ജോലി ചെയ്തത് ഈ ഒരു കാര്യം കാരണമാണ്. ജനങ്ങൾ പെരുന്നാളും പടയനെയും കാണിച്ച് പള്ളിയിൽ കൂടുമെങ്കിലും അവരുടെ ജീവിതത്തിൽ ദൈവത്തെ മറന്നവർ ജീവിക്കാം. ഇത് അവർ മാത്രമല്ല, കേരളത്തിൽ പരക്കെ ഉള്ള ഒരു പ്രശ്നമാണത്. ഇപ്പം എന്താ സംഭവിക്കുക, നമ്മൾ ആരെങ്കിലും ചിലർ പറയും, അപ്പം ഞാൻ പറഞ്ഞിടാ നിന്നെ ഞായറാഴ്ച കുർബാന കണ്ടില്ല. അപ്പോൾ അവർ പറയും, അച്ഛാ അരേമാർക്ക് ഭയങ്കര കോരാരെന്ന് പറയും. അരേമാരുന്ന് അരേ സമുദായത്തിൽപ്പെട്ട സംഘം, അവർക്ക് ഞായറാഴ്ച ഇല്ലല്ലോ. അപ്പം അവർ കോരി മീനും കൊണ്ട് വരുമ്പോൾ അവർക്ക് നല്ല വില കിട്ടും. അപ്പോൾ ഇവനത് കണ്ടിട്ട് അടുത്ത ഞായറാഴ്ച ഇവനും തള്ളിപ്പോകും കുർബാനക്ക് കൂടാതെ. അപ്പോൾ ഈ പ്രലോഭനം എന്ന വഴികൾ കണ്ടില്ലേ. അപ്പോഴേ ഏതെങ്കിലും ഞായറാഴ്ച ആചരിക്കാൻ ബാധ്യസ്ഥമില്ലാത്ത ആൾക്കാർ അവർ കാണിക്കുന്ന കാട്ടായങ്ങളുടെ കൂടെ നമ്മൾ ദൈവത്തെ മറന്നുകൊണ്ട് അതേ ചാവിൽ തന്നെ ഞായറാഴ്ച ആചരിക്കാൻ ബാധ്യതയുള്ള നമ്മളും കൂടി ചെല്ലുമ്പോഴേ ഇങ്ങനെ കുറച്ച് ജീവൻ പോയി നമ്മളിപ്പോൾ ആൽബിനെപ്പോലെയാവും, മുറി അടച്ചിട്ട് സൈക്കോളജിസ്റ്റിനെ കാണേണ്ട അവസ്ഥയാവും. അങ്ങനെയാണ് ആൾക്കാർ ദൈവിക ജീവൻ എന്നാണ് പറയണത്. അത് നഷ്ടപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ദൈവത്തിൻ്റെ വചനങ്ങൾ അറിഞ്ഞിട്ടും ചെയ്യാതെ അങ്ങനെ ഒരു വചനമുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 78-ാം സങ്കീർത്തനം 10-ാം തിരുവചനം. സങ്കീർത്തനം 78:10. അവർ ദൈവത്തിന്റെ ഉടമ്പടിയെ ആദരിച്ചില്ല. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ അവർ ദൈവത്തിന്റെ ഉടമ്പടിയെ ആദരിച്ചില്ല. പ്രശ്നം ഇവിടെ ഉടമ്പടി എടുത്താലും ചില ആൾക്കാർ എന്ത് ചെയ്യും. ഞാനിവിടെ ഇന്നലെയൊക്കെയാണ് 990 ഉടമ്പടിയൊക്കെ നടന്നത്. ഇന്നലെ 900 ഉടമ്പടി നടന്നു ഇന്നലെ. അപ്പോൾ ഇതായാലും ഞാനിവിടെ കാണുന്നുണ്ട് ആൾക്കാരിങ്ങനെ ഉത്സവത്തിന് വന്ന പോലെ വെട്ടിയാർത്ത് കയറി ഉടമ്പടിയൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ദൈവമേ, അതായത് ചിലർ മാത്രം അതിൻ്റെ അകത്ത് പ്രാർത്ഥിച്ച് അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ ആലോചന ചെയ്ത് ദൈവത്തോടൊരു ബയലാട്രൽ എഗ്രിമെൻ്റ് ആണെന്നുള്ള ബോധ്യത്തിൽ നിശബ്ദതയിൽ ആന്തരിക ആധ്യാത്മിക ചൈതന്യത്തോടുകൂടി ചെയ്യും. ചിലർ അങ്ങനെ ഈ ഒന്നിൻ്റെ കൂടെ ഇങ്ങനെ പോരുമല്ലോ. ഇപ്പം ഞാൻ സെമിനാരി പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു ഹോബിയായിരുന്നു നല്ല ജൂൺ ജൂലൈ മാസത്തിൽ ഭയങ്കര മൺസൂൺ കാലവർഷമില്ലേ. അപ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ ആലുവ ഞങ്ങളുടെ കുന്നിൻ്റെ താഴെ പോയി നിൽക്കും. പെരിയാർ അരിയിൽ കൂടി ഒഴുകുകയാണ്. അപ്പോൾ ഈ വലിയ മരങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകിപ്പോവും ഒഴുക്കിൻ്റെ കൂടെ. വലിയ മരങ്ങൾ പല സാധനങ്ങൾ ഒഴുകിപ്പോ, വീട്ടുപകരണങ്ങളൊക്കെ ഒഴുകിപ്പോണത് കാണാം. മരിച്ച മനുഷ്യർ ഒഴുകിപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പെരിയാറ്റിൽ കൂടി. ആരും കാണാതെ ഒഴുകിപ്പോവും. വള്ളക്കാരിങ്ങനെ കാണുന്നതിനെ കൂവും. അവർ തുഴഞ്ഞു കുത്തിക്കൊണ്ടുപോയ വള്ളക്കാർ ഈ ശവം കമന്ന് കിടന്ന് ഒഴുകണ കണ്ട കൂവും. പക്ഷേ ഇങ്ങനെ കൂവാൻ പോലും ആരുമില്ലാത്ത കുറേ ക്രിസ്ത്യാനികൾ ശവങ്ങളായി കമന്ന് കിടന്ന് ഒഴുകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാലത്ത് കാണുന്നത്. എന്താ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും എന്തെങ്കിലും തിന്മകൾ ചെയ്താൽ ആ തിന്മകളെ അനുകരിച്ചുകൊണ്ട് അവരുടെ ഒഴുക്കിനൊത്ത് അങ്ങ് ഒഴുകിപ്പോകും. അപ്പം മറ്റുള്ളവർ ഞായറാഴ്ച ആചരിക്കണില്ല, അപ്പം ഞാനും അതുപോലെ തന്നെ ഞായറാഴ്ച ആചരിക്കാതെ ഞാനും അങ്ങനെ ജീവിച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? ദൈവിക ജീവൻ കുറഞ്ഞ് അവസാനം ആൽബിനെ പോലെ മുറിയടച്ചിട്ട് 6 കൊല്ലമല്ലേ ദൈവത്തെ മറന്ന് ജീവിച്ചത്. പക്ഷേ അമ്മയാണ് ഒരു പിടിവള്ളി എന്ന് പറയുന്നത്. പണ്ട് അമ്മയുമായിട്ട് അവനൊരു റിലേഷൻ ഉണ്ടായി. അമ്മ അത് മറന്നിട്ടില്ല. ഇത് വല്ലാത്തൊരു സംഭവമായിപ്പോയി.
ഞാൻ ആ സാക്ഷി എടുക്കാൻ കാര്യം അതാണ്. ആ ഒറ്റ അക്കൗണ്ടിൽ മാത്രം, പഴയ ഒരു സേവിങ് അക്കൗണ്ടിൽ കുറച്ച് തുക കിടപ്പുണ്ട് അമ്മയുടെ പേരിൽ. അമ്മ അത് സൂക്ഷിച്ചിട്ട് ഇവൻ മരിക്കാൻ അനുവദിക്കാതെ ഇവനെ രക്ഷിക്കാൻ പോയി എണിഞ്ഞി. അതാണ് അമ്മയെന്ന് പറയണത്. ചില പിതാക്കന്മാർ ഞങ്ങളുടെ പിതാവിനെ വിളിച്ച് ചോദിക്കും, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ കൃപാസനം? ദ പ്രൊമോട്ടിങ് മേരി ആസ് എ ഗോഡ്, ഇസ്ൻ്റ് ഇറ്റ്? യു ആർ നോട്ട് സീയിങ് ഇറ്റ് എന്നൊക്കെ ചോദിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാതാവിനെ ദൈവമായിട്ട് ആരാധിക്കണമെന്ന് ആരാണ്ടൊക്കെ ചെന്ന് പറഞ്ഞിട്ട് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മാതാവിന് ദൈവമായിട്ട് അറിയാം. ദൈവത്തെങ്കിലേക്ക് ഒരു വഴിയായിട്ട്, ഒരു വിളക്കായിട്ട് അമ്മ മാതാവിനെ കണ്ണ് കാണാത്തവന്, മുമ്പിൽ വഴിയില്ലാത്തവന്, ഇരുട്ട് മാത്രം അവകാശമായവന് കൊളുത്തി കൊടുത്തിട്ട് കൂടെ നടക്കുന്ന പരിപാടിയാണ് ഉടമ്പടി. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവപിതാവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്ന ശരീര ഉടമ്പടി എന്ന വലിയ പ്രാർത്ഥനയ്ക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും അവൻ പറയുന്നത് ചെയ്തിടും ജീവിതം ധന്യമായി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പം അങ്ങനെ ആൽബിൻ 1-2 പ്രാവശ്യം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ലെന്ന് പുള്ളിക്ക് അറിയാം. ഇത്തിരി കട്ടിയുള്ള പരിപാടിയാണെന്ന് പുള്ളി പരിചയമില്ലല്ലോ. അപ്പോൾ ഇത്തിരി കട്ടിയുള്ള പരിപാടിയാണെങ്കിലും ഉടമ്പടി എടുക്കാൻ അല്ലെങ്കിലും ഇവിടെ വന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായി. അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, ഇതിൻ്റെ പിന്നിലെല്ലാം അമ്മയുടെ ഒരു ആദ്യം ദൈവം നമ്മളെ അനുഗമിക്കണം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ് ശരിയാണ്. പിന്നെ നമ്മൾ ദൈവത്തെ അനുഗമിക്കും. ആദ്യകാലങ്ങളെല്ലാം ഇപ്പം അമ്മ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മാതാവിനെ കാണാൻ വേണ്ടി ഇവനോട് അടുത്ത് വരാൻ പറഞ്ഞ്. ആരും പറഞ്ഞില്ല, അവൻ്റെ മനസ്സിലും തന്നെ അവൻ്റെ അന്തരംഗം എനിക്ക് അമ്മയെ അടുത്ത് പോയി കാണണം, അമ്മയെ അടുത്ത് പോയി കാണണമെന്ന് മനസ്സിൽ തോന്നുകയും ഒരു തണുത്ത കാറ്റും സുഗന്ധവും അടിച്ചപ്പോൾ വീണ്ടും അന്തരംഗം പറഞ്ഞു, നീ അടുത്ത് വരരുത്, നീ പോയി കുമ്പസാരിച്ചിട്ട് വരാൻ പറയും. അവൻ തിരിച്ചു പോകും. അതെല്ലാം അമ്മ ഇവനെ നയിക്കുന്ന വഴികളാണ്. നീ അടുത്ത് വരരുത്, അടുത്ത് വരാൻ പറഞ്ഞാൽ ഞാൻ തന്നെയാണ്, പക്ഷെ അടുത്ത് വരണതിന് മുമ്പ് എന്താണ്, വർഷങ്ങളായി നീ അവിശുദ്ധിയിലാണ് ജീവിക്കണത്. അവൻ്റെ അവിശുദ്ധിയൊന്നുമില്ല, അവൻ ആരെയും കൊല്ലാൻ പോയില്ല. അവൻ്റെ ആത്മാവിന് അവൻ തന്നെ കൊന്ന കേസാണ്. നമ്മൾ പറഞ്ഞില്ല ഞാൻ ആരെയും കൊന്നിട്ടില്ലെന്ന്. ഞാൻ എൻ്റെ ഒരു ബന്ധുവിന് അവസാന നിമിഷങ്ങൾ കാണാൻ പറ്റുന്നപ്പോഴും പറഞ്ഞതാണ് ഞാൻ ആരെയും കൊന്നിട്ടില്ലെന്ന് പറഞ്ഞു. ശരിയാണ്, എല്ലാവരും അങ്ങനെ പറയും. പക്ഷെ നമ്മളെ തന്നെ കൊന്നിട്ടുണ്ട്, നമ്മളിലുള്ള ദൈവിക ജീവനെ കൊന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ കൊന്നത് നമ്മുടെ വിശ്വാസത്തെയാണ്. നീ ഇന്നും അനുതാപമില്ലാതെ തന്നെയാണ് നിനക്കങ്ങനെ ഒരു മാനസിക അവസ്ഥ ഉണ്ടെങ്കിൽ നീ കൊന്നിരിക്കുന്നത് നിൻ്റെ വിശ്വാസത്തെയാണ്. എന്താ കാര്യം? വിശ്വാസവും അനുതാപവും ഏതാണ്ട് ഒരേ വാക്കുകൾ തന്നെയാണ്. അനുതാപം ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? വിശ്വാസമില്ലെന്നാണ്. അനുതാപം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? വിശ്വാസം ഉണ്ടെന്നാണ്. കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് അങ്ങനെയാണ്. ഈശോ ആദ്യമായിട്ടും ഭൂമിയിൽ തൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് ഈ പ്രെമിസിൽ വെച്ചാണ്. എന്താണ്? അനുതപിക്കുക. പറഞ്ഞേ, സുവിശേഷത്തിലെ വിശ്വസിക്കുക. മർക്കോസ് 1:15 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മർക്കോസ് 1:15. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. 14 വായിച്ചേ.
മർക്കോസ് 1:14. ആ യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അപ്പൊ യേശു രംഗപ്രവേശനം ചെയ്യുന്നതിന്റെ സൂചനയാണ് അനുതാപം. നിന്റെ ജീവിതത്തിലെ യേശു പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ദൈവപൈതലെ, അനുതാപം ഉണ്ടെങ്കിൽ അതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാം എനിക്ക് വിശ്വാസം വന്നു കഴിഞ്ഞുവെന്ന്. സുവിശേഷത്തിൽ യേശു പ്രവർത്തനം ആരംഭിക്കുന്നത് മർക്കോസ് 1:14 വെച്ചുകൊണ്ടാണ്. അവൻ ഗലീലയിലേക്ക് വന്നു. എന്താ പറഞ്ഞത്? അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പോഴും വിശ്വാസവും അനുതാപവും ഒരേ വാക്കാണ്. നിന്നിൽ വിശ്വാസം ജനിക്കാൻ വേണ്ടി ദൈവം ചിലപ്പോൾ കുറച്ചത് കാത്തിരിക്കും. വരട്ടെ എവിടം വരെ പോകുമെന്ന് നോക്കട്ടെ. ആദ്യത്തെ പരീക്ഷയ്ക്ക് തോറ്റു, രണ്ടാമത്തെ സെൻട്രൽ ഗവൺമെൻറ് പരീക്ഷയ്ക്ക് തോറ്റു. അപ്പോഴും നിന്നെ തോക്കാൻ ദൈവം അനുവദിക്കും. എന്താ കാര്യം? നീ നിന്നിൽ തന്നെ ആശ്രയിച്ചിരിക്കുകയല്ലേ. നിന്നിൽ ആശ്രയിക്കുന്ന വിധത്തിൽ വെച്ച് ദൈവം തോക്കാൻ അനുവദിക്കും നിന്നെ. കാര്യം എന്താണ്? നീ തന്നെയാണല്ലോ നിൻ്റെ ശോക്കുകൾ തോണ്ടിക്കൊണ്ടിരിക്കണത്. അപ്പം നിനക്ക് അനുതാപം ഉണ്ടാകാൻ വേണ്ടിയാണ് തകർച്ച ദൈവം അനുവദിക്കണത്. അത് ദൈവത്തിൻ്റെ കരുണയുടെ ഭാഗമായിട്ടും വരാം. 2:4 റോമ 2:4 എടുത്തേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. റോമ 2:4. ആ, അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത്? അവിടുത്തെ നിസ്സീമമായ കരുണ നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത്? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുന്നതാണ് ദൈവത്തിൻ്റെ കരുണ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ വിചാരിക്കുമോ, ഞാൻ കള്ളക്കടത്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ കഞ്ചാവ് വിറ്റിട്ടുണ്ട്, ഞാൻ കണ്ടവൻ്റെ വണ്ടി അടിച്ചു മാറ്റിയിട്ട് RC പേപ്പർ ചേഞ്ച് ചെയ്ത് വേറെ കൊടുത്ത് ജീവിച്ചിട്ടുണ്ട്, ഞാൻ അബോർഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ചില ആൾക്കാർ തകരുമെന്ന് എനിക്കറിയാമായിരുന്നിട്ട് ഞാൻ ആ തകർച്ച അവരോട് പറയാതെ അവരുടെ തകർച്ച കണ്ട് ആനന്ദിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ നിനക്ക് പറയാം. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നീ എന്നിട്ട് പറയും, ഞാനിങ്ങനെ ആൾക്കാരുടെ പൊന്നും പണ്ടമൊക്കെ കട്ടെടുത്തിട്ടും വായ്പ വാങ്ങിയെന്നും പറഞ്ഞ് അത് തൂക്കി വിറ്റിട്ടും അവരുടെ മുമ്പേ മേടിക്കോ ഞങ്ങൾ നാട് വിട്ട് പോകത്തുള്ളമെന്ന് അവർക്ക് പച്ചക്കും തന്തക്കും തള്ളക്കുമൊക്കെ വിളിച്ച് ഇങ്ങനെ നീ ദൈവത്തെ മറന്ന് മനുഷ്യത്വമില്ലാതെ ജീവിച്ചിട്ട് നീ പറയണേ എനിക്കൊരു ചുക്ക് സംഭവിച്ചില്ലല്ലോ. ഞാൻ 3 കുഞ്ഞുങ്ങളെ അബോർഷൻ ചെയ്ത് കല്യാണത്തിന് മുമ്പ് എനിക്ക് പരപുരുഷന്മാരും പരസ്ത്രീകളുടെ ബന്ധമുണ്ടായിരുന്നു. കല്യാണത്തിന് ശേഷം എനിക്ക് പരപുരുഷന്മാരും പരസ്ത്രീകളുടെ ബന്ധമുണ്ട്. എനിക്കതിന് കുഴപ്പമില്ല. എനിക്ക് വല്ല സിബിലിസും വന്നാൽ, എനിക്ക് വല്ല എയ്ഡ്സും വന്നാൽ, എനിക്ക് വല്ല ആരോഗ്യമുണ്ട് എന്ന് നീ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ദൈവത്തിൻ്റെ കരുണയാണെന്ന് പറഞ്ഞാൽ മനസ്സിലായ? നീ ആരോഗ്യത്തെ ഇത്രയും പാപകരമായ ജീവിതത്തിലൂടെ പോയിട്ടും ഇത്രയും കള്ളക്കടവും തോന്നിവാസവും വഞ്ചനയും എല്ലാം നീ കാണിച്ചിട്ടും ഇപ്പോഴും നീ ആരോഗ്യമായിട്ട് നിലനിൽക്കണേ. എന്താണ് കാരണം? റോമ 2:4 വായിച്ച്. നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? അതാണ്. എന്താ ഒന്ന് പറഞ്ഞേ? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ഉദ്ദേശം. അപ്പൊ ഇത്രയും നാളെ നീ അബദ്ധങ്ങളെല്ലാം കാണിച്ചിട്ടും നിനക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ദൈവം ഇങ്ങോട്ട് പോകുന്ന എൻ്റെ മൂക്കി കയറ്റി കളയും. പോയി പണി നോക്കടാ, പോയി തൂങ്ങണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്മയിലേക്ക് പോകുന്ന നമ്മളെയും തിന്മയിലേക്ക് കൊണ്ടുവരുവരെ. സാത്താൻ അങ്ങനെ വളരെ തന്ത്രപരമായിട്ട് നമ്മൾ അകപ്പെടുത്താനുള്ള എല്ലാ മാർഗങ്ങളും അവൻ ഉപയോഗിക്കും. അപ്പം അങ്ങനെ ഉപയോഗിക്കുമ്പോഴും അവൻ നിത്യതയെക്കുറിച്ചുള്ള കൺസെപ്റ്റ് തന്നെ മറച്ച് കളയും. അങ്ങനെ മറച്ച് കളയുമ്പോഴും നമുക്ക് വല്ല കുഴപ്പമുണ്ടോ? എടാ ഇതൊക്കെ ഒന്നും ഞാൻ ചെയ്യുന്നത്, ഞാൻ പള്ളിയിൽ പോകണം, എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഞാൻ കുമ്പസാരിക്കില്ല, എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? അപ്പോൾ എനിക്ക് വല്ല കുഴപ്പമുണ്ടോ, എനിക്ക് വേണ്ട കുഴപ്പമുണ്ടോ എന്നാണ് നമ്മളോട് ചോദിക്കണത്. പക്ഷേ എന്താണ് കുഴപ്പം? ദൈവത്തിൻ്റെ കരുണ മനസ്സിലാക്കാൻ കഴിയാത്തതാണ്.
നീ ഇങ്ങനെ ഇത്രയും ആധ്യാത്മികമായി അതപ്പതിച്ചിട്ടും കുഴപ്പമില്ലാതെ നിൽക്കുന്നതിൻ്റെ കാരണം എന്താണ്? ദൈവത്തിൻ്റെ കരുണയാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? നിന്നെ ഇന്നല്ലെങ്കിൽ നാളെ അനുതാപത്തിലേക്ക് നയിക്കാൻ കഴിയുമെന്നുള്ള ദൈവത്തിൻ്റെ പ്രത്യാശയാണ്. അതാണ് അച്ഛൻ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പറഞ്ഞ കാത്തിരിപ്പെന്ന് പറയുന്നത്. ദൈവത്തിന് നമ്മളെക്കുറിച്ച് അവസാനം വരെ പ്രത്യാശയാണ്, അവസാനം വരെ. അപ്പോൾ ദൈവത്തിൻ്റെ ആ പ്രത്യാശയുടെ അവസാനം വരെ നമ്മൾ ചെല്ലാതെ നേരത്തെ നമ്മൾ അനുതാപപ്പെടുന്നതാണ് നമുക്കെപ്പോഴും നല്ലത്. അതുകൊണ്ടാണ് ഭജനം പറയണത്, യുവാവേ നിൻ്റെ യൗവനത്തിൽ തന്നെ നീ ദൈവത്തെ അറിയുക, വയസ്സാകും പ്രായവും ആകാൻ വേണ്ടി നീ കാത്തിരിക്കരുത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. കരുണയിൻ സാഗരമേ ശോകം കൊടുമയിലേറിടുമ്പോ, കരുണയിൻ സാഗരമേ ശോകം കൊടുമയിലേറിടുമ്പോ, മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി സഭാപ്രസംഗകൻ 12:1. സഭാപ്രസംഗം 12:1. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന എന്ന് പറഞ്ഞ ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പേ യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് പറയുന്ന ഒരു കാലമുണ്ടേ. ഐസ്ക്രീമിന് അലുവായിലും ഒന്നും സന്തോഷം തോന്നാത്തൊരു കാലം വരും. ഇപ്പം തന്നെ വന്നു തുടങ്ങിയെന്ന് തോന്നണല്ലേ. ഐസ്ക്രീം അലുവയല്ല, ദൈവ അനുഭവം ഉണ്ടായാൽ പോലും സന്തോഷം വരത്തില്ല. അതാ സംഭവം. ആത്മാവിൻ്റെ വാർദ്ധക്യമാണിത്. ആത്മാവിൻ്റെ വാർദ്ധക്യം, ശരീരവാർദ്ധക്യത്തെക്കാൾ ഗതികെട്ടാണ് ആത്മാവിൻ്റെ വാർദ്ധക്യം. ആത്മാവിൻ്റെ വാർദ്ധക്യം പ്രാപിച്ചാൽ നിനക്ക് ചിലപ്പോൾ ശാരീരികമായിട്ട് 35 വയസ്സേ ഉള്ളൂ, പക്ഷേ നിൻ്റെ ആത്മാവ് വാർദ്ധക്യം പ്രാപിച്ചിരിക്കുകയാണ്. എന്താണ്? തൻ്റെ അബോർഷനും കഴിഞ്ഞ് ഒരു ഡൈവേഴ്സും കഴിഞ്ഞ് തിരിച്ചു വരാമെന്ന് അവൻ പറഞ്ഞിട്ടും അവൾ പറഞ്ഞിട്ടും നീ കൂട്ടാക്കിയില്ല. എന്താ കാര്യം? അവൻ തിരിച്ചു വന്ന സ്റ്റെപ്പിനെയോ ഔട്ട് പോസ്റ്റോ നിനക്കുണ്ടെങ്കിൽ ആ കമ്പനി അടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിനക്ക് ജോലിക്ക് മാത്രം ഉടമ്പടിക്ക് എഴുതിയിരിക്കുകയാണ്. ഭർത്താവ് തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അവൻ വരണ്ട. അവൻ വരണമെന്ന് വെച്ചാൽ ഇപ്പോഴുള്ള ബന്ധങ്ങളൊക്കെ പോകും. അതാണ് പ്രശ്നം. ഉടമ്പടി ചെയ്തിരിക്കണത് നിങ്ങൾ തന്നെയാണ് കുലച്ചോറുണ്ടാക്കിയിരിക്കണേ. ഇതൊന്നും ഇങ്ങനെ കണ്ണടത്തൊന്നും ഇരുട്ടാക്കി അങ്ങനെ പെട്ടെന്ന് ഇരുട്ടാകത്തില്ല. മരമറിയാതെ കൊടിയിട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ ഇപ്പോൾ ഒരു ഉടമ്പടിയിൽ നിങ്ങൾ വെച്ചിരിക്കണത് വിദേശ ജോലിയാണ് വെച്ചിരിക്കണത്. അപ്പോൾ കർത്താവ് ചോദിക്കും, ഭർത്താവുണ്ടല്ലോ, ഭാര്യ ഉണ്ടല്ലോ, അവനോട് പിരിഞ്ഞു നിൽക്കാമല്ലേ, അവൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവൾ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നിട്ട് നീ എന്താ അതിനൊന്നും അതിനെക്കുറിച്ച് ഉടമ്പടി ഒന്നും വേണ്ട. അതും വേണ്ട, ജോലി മാത്രം മതി എന്ന്. അതൊന്നും വേണ്ട, ജോലി മാത്രം മതിയെന്ന്. ഇപ്പോഴും ജഡത്തിന് വേണ്ടിയാണ് ഇവർ ജോലി എടുക്കുന്നത്. ഇവൾക്ക് 35 വയസ്സുണ്ടെങ്കിലും ആത്മാവിന് വാർദ്ധക്യമാണ്. നമ്മളെ ഈ സഭാപ്രസംഗി ശാരീരിക വാർദ്ധക്യത്തെക്കുറിച്ച് പറയുകയാണ്. ഒന്നിനും സന്തോഷം വരാത്തൊരു 90 വയസ്സുണ്ടാകുമെന്ന്. 90 വയസ്സ് 35 വയസ്സുള്ളപ്പോഴും ആത്മാവിന് 90 വയസ്സുണ്ടാകുന്ന ഒരു പ്രതിഭാസം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പാപത്തെ അതൊരു ആഡംബരമായി കണ്ടുകൊണ്ട്, ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയെ കണ്ടുകൊണ്ട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ റോമ 1:29. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന. റോമ 1:29.
1:28. റോമ 1:28. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം. ഒന്ന് പറഞ്ഞേ, ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമ വികാരത്തിനും അനുചിത പ്രവർത്തികൾക്ക് ദൈവം അവരെ വിട്ടുകൊടുത്തു. അടുത്ത വായിച്ചേ. അവർ എല്ലാ തരത്തിലുമുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരാണ്. അസൂയ, കൊലപാതകം, ഏഷണി, കലഹം, വഞ്ചന, പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു. അവർ പരദൂഷകരും ദൈവനിന്ദകരും ധിക്കാരികളും ഗർവിഷ്ഠരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണയില്ലാത്തവരും ആയിത്തീർന്നു. ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണ് എന്ന ദൈവകൽപ്പന അറിഞ്ഞിരുന്നിട്ടും അവർ അവ ചെയ്യുന്നു. മാത്രമല്ല അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നവരെ നിങ്ങൾ ചെയ്യുക മാത്രമല്ല, അത് ചെയ്യാതിരിക്കുക മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു. കർത്താവ് പറഞ്ഞ വാക്ക്, ആകാശം മാറിപ്പോകും. കാലങ്ങൾ, ആകാശം എന്ന് പറയുന്നത് ടൈമാണ്. ടൈം ഇസ് ദ മെഷർമെൻറ്റ് ഓഫ് മൂവ്മെൻറ്റ്സ്. ചലനങ്ങളുടെ ആകത്തുകയും ഏകവുമാണ് സമയം. ആകാശം അത് മാറിപ്പോകും. സമയം മാറാം, കാലങ്ങൾ മാറാം. ബൈബിൾ എഴുതിയ കാലത്തല്ല ഇപ്പം നമ്മൾ ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അണ്ണന്മാർ ഈ സ്വർഗ്ഗ ഭോഗികൾ ആശ്രമിച്ചിരിക്കുന്നത്. ബൈബിളിൻ്റെ കാലമല്ല ഇത് വേറെ കാലമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തിന്മയ്ക്ക് ആശീർവാദം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അംഗീകരിക്കുന്നവരെ കുറിച്ചാണ് പറയണത്. അവർ ചെയ്യത്തില്ല, പക്ഷെ അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുന്നു. അത് നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങളെ പകുതി മനുഷ്യർ, ഞാൻ ഈ ആൾക്കാരെ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലായൊരു സത്യം, പാപം ഡയറക്റ്റ് ചെയ്യുന്നവരെക്കാൾ പാപികളായുടെ എണ്ണം കൂടിയിരിക്കുന്നത് അംഗീകരിക്കുന്ന ആൾക്കാരിലാണ്. അവിടെ തിന്മ അംഗീകരിക്കുന്നു. ഇപ്പോൾ അബോർഷൻ ചെയ്യാൻ വേണ്ടി ഒരു ആവശ്യമില്ല. അബോർഷൻ ചെയ്യാൻ വേണ്ടി ആശുപത്രി കൂട്ടിക്കൊണ്ടു പോകുന്ന ആൻറ്റിമാരില്ലേ, അവിടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. നീ അവളുടെ നല്ല പിള്ള ചമയാൻ വേണ്ടിയാണ് നീ ആ പണി കാണിക്കണത്. ദൈവത്തെ മറന്ന് അവൾക്കും നിനക്കും പണി വരുന്നുണ്ട് അവറാച്ച. എന്താ കാര്യം? ആകാശവും ഭൂമിയും മാറിയാലും ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കിന് മാറ്റമില്ല. കർത്താവിൻ്റെ വാക്കിന് മാറ്റമില്ല. സഭയുടെ വിശുദ്ധി നിലനിൽക്കുന്നത് പാരമ്പര്യത്തെക്കാളുപരി കർത്താവിൻ്റെ വചനത്തിലാണ്. ഈ വചനത്തെ വളച്ചൊടിക്കുമെന്ന് ഓരോരോ കാലഘട്ടത്തിന് പറ്റുന്ന രീതിയിൽ പൊക്കിയും താത്തിയും കെട്ടുമെന്നൊക്കെ കർത്താവിനറിയാം. അതുകൊണ്ടാണ് കർത്താവ് സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ്? 21:34 എന്താ വായിച്ചേ? മത്തായി 24:35. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ ആകാശവും ഭൂമിയും കടന്നു പോകും. എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. അപ്പൊ കർത്താവിന്റെ വാക്കിന് മാറ്റം ഉണ്ടാകത്തില്ല എന്നർത്ഥം. എൻ്റെ മക്കളെ, നമ്മുടെ വിശുദ്ധി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വിശുദ്ധി എന്ന് പറയുന്നത് ഒരു അനുഷ്ഠാനക്രമം എന്നതിനേക്കാൾ ഉപരി വചനത്തോടുള്ള നമ്മളെ റെസ്പോൺസീവ് റിയാക്ഷനാണ് നമ്മുടെ വിശുദ്ധിയുടെ ആസ്പദങ്ങളെന്ന് പറയുന്നത്. അതാ കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനം നിമിത്തം നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കുന്നു. നമ്മൾ വിശുദ്ധീകരിക്കുന്ന അടിസ്ഥാന ഘടകം എന്താണ്? കർത്താവിൻ്റെ വചനമാണ്. അപ്പോൾ ആരെല്ലാം എങ്ങനെ വ്യാഖ്യാനിച്ചാലും ദൈവത്തിൻ്റെ വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അതാണ് നിൻ്റെ ആത്മാവിനെ അടിസ്ഥാനപ്പെടുത്തി അവസാനത്തെ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കിയിരിക്കുന്നത്. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിക്കുമെന്ന് പറഞ്ഞാൽ ആ രോഗി എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. അത് വെച്ച് തന്നെയാണ് അന്ത്യവിധി വരാൻ പോണത്.
ആ വചനം വെച്ച് തന്നെയാണ് അന്ത്യവിധി വരണത്. ഉടമ്പടി എന്തുകൊണ്ടാണ് ഇത്രയും നിന്ന് ജ്വലിക്കണത്? ഉടമ്പടി എന്താണ് എടുക്കുന്നവർ അവരുടെ ജീവിതം വീണ്ടെടുക്കണത്? അത് കർത്താവിൻ്റെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കർത്താവിൻ്റെ വചനത്തിന് അനുപേക്ഷണമായിട്ട് ജീവിതം പുനഃക്രമീകരിച്ചുകൊണ്ട് വിശുദ്ധിയുടെ വസ്ത്രങ്ങളണിഞ്ഞ് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രം കഴുകി വെളുപ്പിച്ച സഹനങ്ങളിലൂടെ കടന്നു പോന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തിൽ സഹനം ഏറ്റെടുത്തുകൊണ്ട് സുവിശേഷത്തിൻ്റെ സാക്ഷ്യമായിക്കൊണ്ട് വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് ജനങ്ങൾ ഇങ്ങനെ അനുദിനം കൂടിക്കൂടി വരുന്ന കാഴ്ചയാണ് ഉടമ്പടി ജീവിത സാക്ഷ്യങ്ങളിലൂടെ കാണുന്നത്. കൈയടിച്ച് കർത്താവേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ആൽബിൻ്റെ ദൈവ അനുഭവ മുന്നേറ്റങ്ങളെ നമ്മൾ സുവിശേഷ വിഹിതമായി വിലയിരുത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നെറ്റ് റിസൾട്ട് എന്ന് പറയണത്, ആൽബിൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി അവസാനം കുമ്പസാരിച്ചിട്ട് കൃപാന കൈക്കൊണ്ടിട്ട് അവൻ അവസാനം ഉടമ്പടി എടുക്കാൻ വേണ്ടി വരും. കാര്യം എന്താണ്? ആദ്യം ദൈവം അവനെ അനുഗമിക്കാൻ തുടങ്ങി. ഇപ്പോഴെന്നാ പറ്റിയിരിക്കണത്? ദൈവത്തെ അവൻ അനുഗമിക്കാൻ തുടങ്ങി. മതി കണ്ട, കാലാവസ്ഥ മതി കണ്ട. അങ്ങനെ വന്നപ്പോൾ അവൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോൾ അവന് ഇപ്പോൾ ഒരു ജോലി അവന് സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, ഷിഫ്റ്റ് സമ്പ്രദായമാണ്. അപ്പോൾ അവൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വിശുദ്ധീകരിച്ച് അതിൻ്റെ തക്ക യോഗ്യതയോടുകൂടി ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ താഴെ വന്നപ്പോൾ 16 മിസ് കോൾ വന്ന് കമ്പനി വിളിച്ചിരിക്കുകയാണ്. നീ എന്താ ആൽബിൻ വരാത്തത്? അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണെന്ന് പറഞ്ഞേ. അല്ലടാ, ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ഇല്ല, നിൻ്റെ ഷിഫ്റ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണത്. അപ്പോഴവൻ പറഞ്ഞു, എൻ്റെ അമ്മേ, ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ഇല്ലെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. അവരാരും പറഞ്ഞില്ല. ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ഇല്ല എന്ന് അവർ പലരോടും പറഞ്ഞാണ് ആൽബിനോട് പറയാൻ വേണ്ടി. ആൽബിനോട് ആരും പറഞ്ഞില്ല ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ഇല്ലെന്ന്. അത് മറച്ചു വെച്ചു. ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ഇല്ല എന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിന്ന് ഉടമ്പടി എടുക്കാൻ വരത്തില്ല. അപ്പോഴമ്മയാണ് മറച്ചു വെച്ചത്. ഞാൻ ഉടമ്പടി എടുക്കാനെന്ന്. ശ്രുതികട ഹല്ലേലൂയ. എന്ത് രസമാണെന്നറിയാം ഈ സാക്ഷ്യം കേൾക്കാൻ. അതായത് നമ്മളെ ഉടമ്പടിപ്പിക്കാൻ വേണ്ടി നമ്മളെ അറിയിക്കേണ്ട ചില കാര്യങ്ങളെ അറിയിക്കാതെ സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ ഭയങ്കര സൂക്ഷ്മ സംരക്ഷണം. മക്കളെ, ഞാൻ പറഞ്ഞു, യു ആർ ഇൻ സർവൈൻസ്. അതായത് നിങ്ങൾ നിരീക്ഷണത്തിലാണ് അമ്മയുടെ, വേറെ ആരുടെയുമല്ല, അമ്മയുടെ നിരീക്ഷണത്തിലാണ്. നിങ്ങൾക്ക് കടമുണ്ടെന്നും രോഗമാണെന്നും ജോലിയില്ലെന്നും നിങ്ങളുടെ മനസ്സ് തിളച്ചുകൊണ്ടിരിക്കുന്ന മുറിവേറ്റതാണെന്നും എല്ലാം അമ്മയ്ക്കറിയാം. നിങ്ങൾ താങ്ങിപ്പിടിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളെ സന്ധിക്കാനാണ്. നിങ്ങൾ കുതറരുത്. കുതറിപ്പോയിട്ട് ചില ആൾക്കാർ ഉടമ്പടി എടുക്കും, എന്നിട്ട് പോയി ഉടമ്പടി ഇല്ലാതെ ജീവിക്കും. അതാണ് പ്രശ്നം. ഉടമ്പടി ഇവിടെ വന്നിങ്ങനെ ഏതാണ്ട് കൊണ്ടുവന്ന് കെട്ടിത്താത്തുന്ന പരിപാടിയാണ് ഉടമ്പടി എന്നാണ് ആരാണ്ട് പെരിച്ചാഴികൾ പറഞ്ഞ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അത് ആ തീ കൊണ്ട് ഈ ചേന വേഗത്തില്ല. പുറത്തിറങ്ങി മര്യാദയ്ക്ക് ഉടമ്പടി പ്രകാരം നമ്മൾ ദൈവസ്നേഹത്തോടു കൂടി സുവിശേഷ വേല ചെയ്യണം, പരിശുദ്ധ പ്രവർത്തനം ചെയ്യണം, രോഗി സന്ദർശനം ചെയ്യണം. അപ്പോൾ ആൽബിൻ ഇതിനെല്ലാം തയ്യാറായി. കാര്യം ഉടമ്പടി എനിക്ക് ഷിഫ്റ്റ് ഉണ്ടായിട്ടും ഷിഫ്റ്റ് ഇല്ലാഞ്ഞ കാര്യം അമ്മ എന്നോട് പറയാതെ എന്നെക്കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചില്ലേ. അപ്പോൾ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നാണ് ആൽബിൻ പിന്നെ ധരിച്ചത്. ആൽബിൻ പുറത്തു പോയി കഴിഞ്ഞ് ഞാൻ എവിടെയാണ് രോഗികളെ കാണാൻ പോകേണ്ടതെന്ന് അമ്മയോട് ചോദിച്ചു. ഞാൻ എവിടെയാണ് ഈ രോഗികളെ പോയി കണ്ടിട്ട് അവരെ ശുശ്രൂഷിക്കേണ്ടത്? അപ്പോൾ അമ്മ പറഞ്ഞ് നിൻ്റെ നാട്ടിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴവൻ ആ തിരക്കി പിടിച്ച ആ രോഗിയെടുത്ത് ചെന്ന് ആ രോഗികളെ ശുശ്രൂഷിക്കുന്ന ഒരു ആലയമുണ്ട്, അവിടെ ചെന്ന് കുറേ രോഗികളെയൊക്കെ നോക്കുകയും അവർക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും ശുശ്രൂഷ ചെയ്തപ്പോൾ അവൻ വിചാരിച്ചേടെ എൻ്റെ ശമ്പളത്തിൻ്റെ ദശാംശം ഉണ്ടല്ലോ, ഈ മാസത്തെ ശമ്പളം ഞാൻ ഈ സ്ഥാപനത്തിന് കൊടുക്കാം എന്നവൻ ചിന്തിച്ച്.
ഈ മാസത്തെ ശമ്പളം ഈ സ്ഥാപനത്തിന് കൊടുക്കാമെന്ന് ആൽബം ചിന്തിച്ചപ്പോൾ പിന്നെ അവൻ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ കാണാൻ വേണ്ടി മാത്രം വരുമ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഈ മാസത്തെ ശമ്പളം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ശമ്പളത്തിന്, പക്ഷേ എനിക്ക് അമ്മ പറഞ്ഞു തരണം, ഞാൻ കൊടുക്കണം, ഞാൻ കഷ്ടപ്പെട്ട് പണിയണ കാശാണ്, അത് അവർ പുട്ടടിക്കുമോ എന്ന് ചോദിക്കണം. എന്നുവെച്ചാൽ ആ അവിടുത്തെ ബ്രദർ പുട്ടടിക്കുമോ എന്ന് അത് നേരെ വന്ന് ചോദിച്ചിരിക്കണം. പക്ഷേ അവിടുത്തെ ബ്രദർ ആ രോഗികളെ നോക്കുന്നവൻ്റെ അടുത്താണ് ഞാൻ കാശ് കൊടുക്കാൻ പോണത്. അവരെൻ്റെ കാശ് വാങ്ങിച്ച് അയാൾ സ്വന്തമായിട്ട് കുടുംബത്തിന് വേണ്ടി പുട്ടടിക്കുമോ അമ്മ പറയണം, എന്നാൽ ഞാൻ കൊടുക്കത്തുള്ളൂ എന്നാണ്. അവനിങ്ങനെ ആ ഒരു ടൈപ്പാണ്. അപ്പോൾ ഒരു ദിവസം ഇത് അമ്മയോട് ഇങ്ങനെ പറഞ്ഞ് അവൻ ഇറങ്ങുമ്പോൾ പെട്ടെന്നൊരു പഴയ തണുത്ത മുല്ലപ്പൂവും തണുത്ത കാറ്റും മുല്ലപ്പൂവും അടിച്ചുകൊണ്ട് കയറി. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ബ്രദർ അവിടെ നിൽക്കണം. പ്രൈസലാണ്. അപ്പം തന്നെ ആ കാശെടുത്ത് അങ്ങോട്ട് കൊടുത്ത്. അമ്മയുടെ ഒരു രീതി അതാ. നീ പറഞ്ഞ വിഷമിക്കേണ്ട, അവൻ പുട്ടടിക്കത്തില്ല, അവനെ കൊണ്ട് ഞാൻ ഇവിടെ നിർത്തിയിട്ടുണ്ട്, നീ ഇങ്ങനെയൊക്കെ കോപ്പറേറ്റ് തരം പറയാമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്ത് രസമാണ് ഇതൊക്കെ കേൾക്കാൻ, നമ്മൾ ഞെട്ടിപ്പോകും. അതായത് നമ്മൾ മാത്രമേ മാതാവിനൊരു മകളുള്ളൂ, ഈ ഭൂമി നമുക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. നമ്മൾ ദൈവത്തോട് സത്യസന്ധമായിട്ട് ഇടപെടുമ്പോൾ ദൈവം അനുനിമിഷം നമ്മുടെ ഓരോ ചെയ്വനകളും ഓരോ മൂവ്മെൻറ്റ്സും, അപ്പം നീ മൂവ് ചെയ്യണത് എനിക്കറിയാവുന്നല്ലേ പറയണത് അല്ലേ? 139 സങ്കീർത്തനം എന്താ പറയണത്? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. 139 സങ്കീർത്തനം 2-ാം തിരുവചനം. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടെ നിന്ന് അറിയുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടെ നിന്ന് അറിയുന്ന. എന്റെ വിചാരങ്ങൾ അവിടെ നിന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എന്റെ വിചാരങ്ങൾ അവിടെ നിന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്ന. എന്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. നടപ്പും കിടപ്പും അങ്ങ് പരിശോധിക്കുന്ന. എന്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. എന്റെ മാർഗങ്ങൾ നന്നായി അറിയാം. ഒരു ചിന്ത. Take the word of God. ഒരു വാക്ക് എന്റെ നാവിലെത്തുന്നതിന് മുമ്പ് തന്നെ, ഒരു വാക്ക് എന്റെ നാവിലെത്തുന്ന മുമ്പ് തന്നെ കർത്താവേ അത് അവിടുന്ന് അറിയുന്നു. കർത്താവേ അങ്ങ് അവിടുന്ന് അറിയുന്നു. അതായത് ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ വരുന്ന മുമ്പ് തന്നെ നീ എന്താണ് മനസ്സിൽ ഓർക്കണത് അതിനെല്ലാം നിന്നോട് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നിൻ്റെ കൂടെ സഞ്ചരിക്കണ ദൈവം. ഉടമ്പടിയിലല്ലാതെ ഇത്രയും കൃത്യമായിട്ട് ഞാൻ ആരിലും ഇന്നുവരെ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ദൈവത്തെ അനുഭവിച്ച് ഞാൻ കണ്ടിട്ടില്ല. അത്രക്ക് ഭയങ്കരമായ രീതിയിലാണ് ദൈവം സത്യസന്ധമായ ഉടമ്പടി ജീവിതക്കാരോട് ദൈവം ഇൻട്രാക്ട് ചെയ്യുന്ന രീതികൾ. അതിനുശേഷം അവന് പരീക്ഷ 19-3-22 പരീക്ഷ എഴുതി വെച്ചാണ് ഉടമ്പടി എടുക്കുന്നത്. 22 പരീക്ഷയുടെ അവസ്ഥ ഭയങ്കരമാണ്. 22 പരീക്ഷ സെൻട്രൽ ഗവൺമെൻറ് പരീക്ഷ എഴുതിയിട്ടാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത്. പരീക്ഷയ്ക്ക് പൊട്ടിപ്പോയി, എഴുതി പൊട്ടി. പരീക്ഷ പൊട്ടിയിട്ടില്ല, റിസൾട്ട് വന്നിട്ടില്ല. പക്ഷേ എഴുതിയപ്പോൾ തന്നെ മനസ്സിലായി ഇതിൽ നിന്നൊന്നും കിട്ടാൻ പോണില്ല. പക്ഷേ ഞാൻ തോറ്റാലും കുഴപ്പമില്ല, ഞാൻ ജയിച്ചിരിക്കണം. കാര്യം എന്താണ്? അമ്മ എൻ്റെ കൂടെ സഞ്ചരിക്കണമെന്ന്. അതാണ് പ്രശ്നം. പരീക്ഷ തോറ്റ്, പരീക്ഷ എഴുതി, പക്ഷേ റിസൾട്ട് വന്നിട്ടില്ല. പക്ഷേ പൊട്ടപ്പരീക്ഷയായിരുന്നു, റിസൾട്ട് വന്നിട്ടില്ല. പക്ഷെ തോറ്റാലും എനിക്കത് ഫീലില്ല. എന്താ കാര്യം? അമ്മയെ ഞാൻ അറിഞ്ഞല്ല, കണ്ടല്ല, എൻ്റെ കൂടെ അമ്മ സന്തോഷം എൻ്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ടല്ല. ആധ്യാത്മികമായ ആന്തരിക അഭിഷേകത്തിലെ തകർച്ചകളെ അതിജീവിച്ചുകൊണ്ട് ഇവൻ അങ്ങനെ പോവുകയാണ്. എന്നിട്ട് വരാൻ പോണ തകർച്ചയെപ്പോലും അവൻ മുൻകൂട്ടി അതിജീവിച്ചുകൊണ്ടുള്ള ഒരു ആത്മശക്തി ഇവന് ലഭിച്ചിരിക്കുകയാണ്. ഇതാണ് ആത്മശക്തി എന്ന് പറയുന്നത്. അതായത് തോറ്റാനിക്ക് പ്രശ്നമില്ലെന്നൊക്കെ പറഞ്ഞ ആ ഒരു വകുപ്പിലാണ്. എന്തൊരു അനുഭവമാണെന്ന് ചോദിക്കുക നിങ്ങൾ. എന്നിട്ട് പക്ഷെ അങ്ങനെയല്ല. അമ്മ എന്തു ചെയ്യും? അമ്മ ഇവനോട് പറയും, ഇനി നീ വാങ്ങിച്ച ഒരു കെട്ട് പത്രം വാങ്ങിച്ച് പരീക്ഷ പ്രവർത്തനം ചെയ്യാൻ ഇവന് പ്രയാസം ഉണ്ടായിരുന്നു. അവൻ ഇപ്പോൾ 5 കെട്ട് പത്രം മേടിച്ച് പരീക്ഷ പ്രവർത്തനം ചെയ്തിട്ട് 10 പത്രം വീട്ടിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അമ്മ പറയും, റിസൾട്ട് വരാനായി, പത്രം 10 വീട്ടിൽ ഇരിപ്പുണ്ടെന്ന് പറയും. എന്ത് രസമായി സാക്ഷി കേൾക്കാന്ന് പറയാ. മറ്റേ നീ തോക്കുമെന്ന് പറഞ്ഞ പരീക്ഷയില്ലേ, അതിൻ്റെ റിസൾട്ട് അടുത്ത ദിവസം വരും. പക്ഷേ നിൻ്റെ പരീക്ഷ പ്രവർത്തനത്തിന് 10 പത്രം എക്സ്ട്രാ വീട്ടിൽ ഇരിപ്പുണ്ടെന്ന് പറയും. ഉടനെ ഇവൻ പരിവേഷം എടുത്തിട്ട് ആ 10 പത്രം കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കണമല്ല. ഇവൻ പത്രമായിട്ട് പുറത്തിറങ്ങുമ്പോഴുണ്ട് ഈ പരന്താർക്കണ പോലെ വന്ന ആൾക്കാർ പത്രം മേടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇതൊരു പുതിയ കാലമാണ്. ഒരു പത്രം കൊടുക്കാൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു. ഇന്ന് പത്രം എന്ന് പറയുമ്പോൾ ആൾക്കാർ ആർത്താർത്ത് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. അത് വല്ലാത്തൊരു അനുഭവമാണ് അവന്. പത്രം കൊടുത്ത് തീർന്ന്
അപ്പോഴുണ്ട് അവൻ്റെ ബർത്ത്ഡേക്ക് അമ്മയോട് പറഞ്ഞു, അമ്മ ബർത്ത്ഡേ ആണ് വരണത് കേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അത് തിരിച്ച് പറയാം, പത്രം കൊടുത്തേ എൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ടെന്ന് പറയും. അപ്പോൾ ബർത്ത്ഡേ അന്ന് തന്നെ റിസൾട്ട് വന്ന് അവൻ പാസ്സായി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു ഞാൻ പറഞ്ഞത് ഒരാളെങ്കിലും സഞ്ചരിക്കുന്ന വഴികൾ കണ്ടില്ലേ, പിന്നെ ഉടനെ ടെസ്റ്റിന് വിളിക്കും. ടെസ്റ്റിന് വിളിക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ടെസ്റ്റിന് വിളിക്കും. പിന്നെ വേറെ ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ആ ടെസ്റ്റിന് മെഡിക്കലും ഓരോ കാര്യപരിപാടിയൊക്കെ ടെസ്റ്റൊക്കെ ഉണ്ടല്ലോ. ആ ടെസ്റ്റിന് അവൻ പറയണത് 1 മണിക്കൂറാണ് എനിക്ക് ടെസ്റ്റിനുള്ളത്, പക്ഷേ എനിക്ക് 1.5 മണിക്കൂർ ഉണ്ടായാലും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ 40 മിനിറ്റ് കൊണ്ട് ഞാനത് ചെയ്ത് മാറ്റി. അതായത് അവിടെയും ടൈം ഷോർട്ടണിങ് വന്നു. അവൻ പറയുന്നത് ടൈം ഷോർട്ടണിങ് അവർ തന്നെ വ്യാഖ്യാനിക്കണം അവിടെ ജീവിതാനുഭവങ്ങളെ. 1 മണിക്കൂർ കൊണ്ട് 1.5 മണിക്കൂർ കൊണ്ട് എഴുതേണ്ട പരീക്ഷ 1 മണിക്കൂറെ കൊടുത്തിട്ടുള്ളെങ്കിലും 40 മിനിറ്റ് കൊണ്ട് അമ്മ അത് ചിക്കാതെ എഴുതി തീർത്ത് കളഞ്ഞു. അതാണ് അതിൻ്റെ പറയും, ഇതാണ് ടൈം ഷോർട്ടണിങ് എന്ന് അമ്മ എനിക്ക് തന്ന ടൈം ഷോർട്ടണിങ് എന്ന് പറയും. അപ്പോൾ പിന്നീട് അവനെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വിളിക്കാം. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടി വിളിക്കുന്ന ആൾ ഹൈദരാബാദിൽ നിന്നൊരു ഹിന്ദിക്കാരത്തെ വിളിക്കും. ഇംഗ്ലീഷിൽ ഹിന്ദിയിൽ സംസാരിക്കും. നിനക്ക് 1-ാം തീയതി 2-ാം തീയതി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണെന്ന് പറയും. അപ്പോൾ ഉടനെ യെസ് മാഡം ഞാൻ റെഡി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓക്കെ ആണെന്നൊക്കെ പറയും. പക്ഷേ ഇവൻ പറയും, എൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഈ ഹിന്ദിക്കാരത്തിനെ വരണമെങ്കിൽ എൻ്റെ കാര്യം കട്ടപ്പോയിരിക്കും. എനിക്ക് ഹിന്ദി അറിയാൻ പറ്റും, മണ്ണം കേട്ട് അറിയാൻ പറ്റില്ല. അമ്മേ എങ്ങനെയെങ്കിലും മലയാളി വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. ഉടനെ രാത്രി ആകുമ്പോൾ ഒരു മലയാളി വിളിക്കും, ഞാനാണ് നിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെയ്യണമെന്ന്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. നിങ്ങളെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഇതെന്നാ പരിപാടിയാണ്. അവനെന്നാ പറഞ്ഞത്, ഹിന്ദിക്കാരത്തിയോട് ഞാൻ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെയ്താൽ എനിക്ക് ഹിന്ദി അറിയാൻ പാടില്ല, പണി മേടിക്കും ഞാൻ. അതുകൊണ്ട് എനിക്ക് വേണ്ടി അമ്മ ഒരു മലയാളിയെ വെക്കണം. 2.5 മണിക്കൂറിനുള്ളിൽ അമ്മയോട് മാത്രമല്ല പറഞ്ഞത്, അവരോട് പറഞ്ഞതല്ല, ആ മലയാളി വിളിക്കുവാൻ ഉടനെ ഞാനാണ് നിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെയ്യണമെന്ന്. ആ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞപ്പോൾ ഇവന് അടുത്ത പ്രശ്നം വരാൻ പോണത്, ഇവന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. അതിൻ്റെ കയ്യിരിക്കണത് ഒരു ജൂനിയർ സർജൻ്റെതാണ്. അത് പറ്റത്തില്ല, റിജക്റ്റാണെന്ന് പറയും. അത് സീനിയർ സർജൻ്റെ വേണമെന്ന് പറയും. അപ്പോൾ സീനിയർ സർജന് വേണ്ടി എറണാകുളത്ത് വന്നിട്ട് എറണാകുളം ജില്ലാ ആശുപത്രിയിലേക്ക് സീനിയർ സർജനെ കാണാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് വണ്ടി തിരിഞ്ഞ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോകും. അവിടെ ഇവൻ ചെല്ലുമ്പോൾ സീനിയർ സർജൻ കാത്തു നിൽക്കില്ല ഇവനെ. ഒരു മാഡം കാര്യം പറയും, എൻ്റെ അവസ്ഥ ഇതാണെന്ന് പറയും. 1 മണിക്കൂറിനുള്ളിൽ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കും. അതായത് മാതാവ് ഒരു കാര്യം ഏറ്റെടുത്ത പിന്നെ എണ്ണയിട്ട യന്ത്രം പോലെ നീ എങ്ങോട്ട് പോകണം, നീ നടക്കേണ്ട വഴിയെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ. നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഉപദേശിക്കുക മാത്രമല്ല, നിന്നെ കൂട്ടിക്കൊണ്ടുപോയിരിക്കും. കൈയടിച്ച് കർത്താവ് അമ്മ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടുകയും ജീവിതം ധന്യമായി തീർന്നിടും. ആൽബിൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ ഇന്നലെ പറഞ്ഞ സാക്ഷ്യമാണ്. തകർന്നരിപ്പണമായി തോറ്റ് തുന്നമ്പാടി ഒരു സൈക്കോളജിസ്റ്റിനെ തിരക്കിയ മനുഷ്യൻ, ഒരു മാനസിക ചികിത്സാ വിദഗ്ധനെ തിരക്കിയ ആളെ അമ്മ അവിടുന്ന് പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാക്കുന്ന ഒരു വഴിയില്ലേ, ആ വഴിയാണ് ഉടമ്പടി എന്ന് പറയണത്. എഴുന്നേൽക്കുക, എല്ലാവരും എഴുന്നേൽക്കട്ടെ, ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന. വലിയ വചന വെളിപാടുകൾക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശ്വര ആരാധന. ഹല്ലേലൂയ. എൻ്റെ മക്കളെ കൈകൾ 2 വിടർത്തി വെക്കുക. കർത്താവിൻ്റെ വിശുദ്ധ രക്തം കൈകളിലേക്ക് തളിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അച്ഛൻ നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവേ, നിൻ്റെ വിശുദ്ധമായ രക്തം അങ്ങനെ മക്കളുടെ കൈകളിലേക്ക് തളിക്കണമേ. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവർ, തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരുടെ മേലെ കർത്താവിൻ്റെ രക്തം പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൈകളെ വിശുദ്ധീകരിക്കണമേ കർത്താവേ.
രണ്ട് കൈകളും നെഞ്ചത്ത് വെച്ചുകൊണ്ട് നെറ്റിയിലും വെച്ചുകൊണ്ട് അതിശക്തമായി ശ്രദ്ധിക്കട്ടെ. രോഗശാന്തി പ്രാർത്ഥനയുടെ സമയമാണ്. കർത്താവെ, അന്ധന് കാഴ്ച നൽകിയവനെ, കർത്താവെ, ചെകിടിന് കേട് നൽകിയവനെ, കർത്താവെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, കർത്താവെ, മഹോദരോഗ്യം സുഖപ്പെടുത്തിയവനെ, കർത്താവെ, തലവാരോഗ്യം സുഖപ്പെടുത്തിയവനെ, കർത്താവെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, നിന്റെ തിരുനാമം സ്തുതി പറയുന്ന കർത്താവെ, ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ഓരോ കോശങ്ങളിലും ഓരോ പെശുകളിലും രക്തഞരമ്പുകളിലും ആന്തരിക അവയവങ്ങളിലും തലച്ചോറിലും തൊണ്ടയിലും ഹൃദയത്തിലും കരളിലും ഉദരത്തിലും കുടലിലും ആന്തരിക അവയവങ്ങളിലും ഗർഭാശയത്തിൽ മൂത്രാശയത്തിൽ ആമാശയത്തിൽ വൃഷണങ്ങളിൽ കർത്താവ് അസ്ഥികളിൽ പേശികളിൽ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. നടുവിലെ കിഡ്നികൾ, കരളുകൾ, ഹൃദയം, സ്പോണ്ടിലോസിസ്, ഞരമ്പുകൾ, നാടിഞരമ്പുകൾ, അസ്ഥികൾ, നടുവല്ലുകൾ, ഇടുപ്പല്ലുകൾ, എല്ലാ ക്യാൻസർ രോഗികൾ, കരരോഗികൾ, കിഡ്നി രോഗികൾ, ത്വക്ക് രോഗികൾ, അർസസ് രോഗികൾ, അൾസർ രോഗികൾ, PCOD രോഗികൾ, കർത്താവേ, എയ്ഡ്സ് രോഗികൾ, യേശുവിൻ്റെ നാമത്തിൽ എപ്പിലെപ്സി രോഗികൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ മാർഗരോഗങ്ങൾ തീരാവേദികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സുഖപ്പെട്ടുകൊണ്ട് യേശുവിന്റെ നാമം മഹത്വപ്പെടുവാൻ ഈ ആരാധനയിലൂടെ കരുണയാകണമേ. കൈകൾ നെഞ്ചത്ത് വെച്ച് വിശ്വാസ പ്രമാണം ചെയ്തുകൊണ്ട് നിൽക്കട്ടെ. ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, കുടുംബ തകർച്ച വന്നവർ പോയവര്, തൊഴിൽ തകർച്ച വന്നു പോയവര്, വരുമാനമില്ലാത്തവർ, മുട്ടിയവര്, കുടുംബ ബന്ധങ്ങൾ അകന്ന് ജീവിക്കുന്നവർ, അങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷമത അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ശ്രുതികട്ടെ കർത്താവേ, ശ്രുതികട്ടെ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവേ, കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണ കർത്താവേ, ജോലിയില്ലാത്തവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വീടില്ലാത്തവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മക്കൾ അകലങ്ങളിലുള്ളവർ വിദേശത്ത് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവേ, അവിടെ ജോലിയില്ലാതെ വിഷമിക്കുന്നുണ്ട് കർത്താവേ, പാർട്ട്-ടൈം ജോലി കിട്ടാത്തവരുണ്ട് കർത്താവേ, അവിടെ അഡ്മിഷൻ ഇപ്പോൾ വെക്കാത്തവരുണ്ട് കർത്താവേ, ഈശോ കർത്താവ് ബാങ്ക് ലോൺ പാസ്സാകാത്തവരുണ്ട് കർത്താവേ, വീട്, മറ്റു തരത്തിലുള്ള നാട്ടിലുള്ള ജോലികൾ, സംസ്ഥാന ജോലികൾ, PSC ജോലികൾ, UPSC ജോലികൾ, കർത്താവെ, ഓരോരോ ജോലികൾക്ക് വേണ്ടി, സ്വകാര്യ ജോലികൾക്ക് വേണ്ടി ഒക്കെ അന്വേഷിക്കുന്നവർ, ആശ്രയിക്കുന്നവർ, പഠിച്ചിട്ടുള്ളവർ, അതിനുവേണ്ടി കാത്തിരിക്കുന്നവർ, പരീക്ഷ കഴിഞ്ഞവർ, ഇൻ്റർവ്യൂ, ടെസ്റ്റ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള വിസ ലഭിക്കാത്തവർ, PR കിട്ടാത്തവർ, ഗ്രീൻ കാർഡ് കിട്ടാത്തവർ, ഈശോ ഇങ്ങനെ ഓരോരോ വിഷമങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നവർ, ഈ ആഴ്ചയിൽ ഈ മാസത്തിൽ ഇൻ്റർവ്യൂ ഉള്ളവർ, ടെസ്റ്റ് ഉള്ളവർ, യാത്ര ഉള്ളവർ, അവരെല്ലാവരും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന യേശുക്രിസ്തു ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ജീവിത ദുരിതങ്ങൾ, തടസ്സങ്ങൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ജീവിതങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നാമം ഈ ആരാധനയിലും മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം നൽകണമേ, നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. മുട്ടനിക്കുക. അച്ഛൻ പറയാത്ത വിഷയങ്ങൾക്ക് വേണ്ടി ഓർത്ത് നിങ്ങളുടെ വിഷയം റെഫർ ചെയ്തിട്ടില്ലെങ്കിൽ, ആൾക്കാരെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോഴേ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഈശോയ്ക്ക് സമർപ്പിക്കുക.
ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. നോമ്പിൻ്റെ ഈ കാലയളവിൽ അനുദപിച്ച് പൂർണ്ണമായി സുവിശേഷത്തിൽ വിശ്വസിച്ച് നിന്നിലേക്ക് തിരിയുവാൻ ഈശോയെ ഇന്നത്തെ ഈ ആരാധന ഉടമ്പടി വചനങ്ങൾ ഞങ്ങളെ പ്രത്യേകമായി സഹായിക്കണമേ, ഞങ്ങളെ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമ